ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി അപ്പച്ച. ഹല്ലേലൂയ. ഓ നന്ദി യേശുവേ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഏകാഗ്രഹമയത്തോടെ സ്വർഗത്തിലേക്ക് നമുക്ക് കണ്ണുകളെ ഉയർത്താം. അവൻ വളരെ ശാന്തമായി സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അവ ഈ സമയത്ത് നമ്മൾ കരമടിക്കണ്ട, നമുക്ക് യേശുവിലേക്ക് നോക്കാം. അവ കരമടിക്കേണ്ട സമയമുണ്ട്, അപ്പൊ നമുക്ക് കരമടിക്കണം. അവ ഇപ്പൊ നമുക്ക് കരമടിക്കാതെ സ്വർഗത്തിലേക്ക് നോക്കാം. ഹല്ലേലൂയ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഹിതം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. കർത്താവിന്റെ തിരുസന്നിധിയിലോ കർത്താവിനെ ഇഷ്ടം ചെയ്യുവാൻ നമുക്കൊരു മനസ്സോടെ കടന്നു ചെയ്യാം. ഹല്ലേലൂയ. ഓ പിതാവിന്റെ ഇഷ്ടം മാത്രം പ്രവർത്തിച്ച അതേ പുത്രനെ പോലെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. അപ്പച്ചാ, ഇന്ന് ഞങ്ങൾ ഇതാ വരികയാണ് അങ്ങയുടെ ഹിതം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മക്കളായി, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി, ദൈവത്തിന്റെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്ന മക്കളായി ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ലോകത്തിന്റെ ഇഷ്ടമല്ല, ജനത്തിന്റെ ഇഷ്ടമല്ല, അവൻ ലോക മോഹങ്ങൾ കൊത്തവണ്ണമല്ല. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആമേൻ. ആത്മാർത്ഥമായി കണ്ണുകൾ അടച്ച് ഹൃദയങ്ങൾ തുറന്ന് സ്വർഗത്തിലേക്ക് നോക്കിയൊന്ന് പറഞ്ഞാട്ടെ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ.
മാറ്റണേ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ പിതാവിനറിയാം. നമ്മുടെ ഭാരങ്ങളെല്ലാം നമ്മുടെ കർത്താവിനറിയാം. നമ്മുടെ വേദനകളെല്ലാം നമ്മുടെ കർത്താവിനറിയാം. നമ്മുടെ രോഗങ്ങളെല്ലാം നമ്മുടെ കർത്താവിനറിയാം. നമ്മുടെ അവസ്ഥകളെല്ലാം നമ്മുടെ കർത്താവിനറിയാം. അവൻ സകലവും അറിയുന്നവനാണ്. അവൻ സർവജ്ഞാനിയാണ്. അവന് സകലവും അറിയാം. അവനാരും പഠിപ്പിക്കണ്ട, അവനെ ആരും ഉപദേശിക്കണ്ട, അവന് സകലവും അറിയാം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനൊത്തവണ്ണം നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. പരിശുദ്ധാത്മാവിന് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്കല്ല, നമ്മുടെ മോഹങ്ങൾക്കല്ല, പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാൻ ഇന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. അപ്പച്ചാ, ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളിൽ പൂർണ്ണമാക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അരുമനാഥനായ കർത്താവിന്റെ മഹാബലത്താൽ, മഹാശക്തിയാൽ, മഹാസാന്നിധ്യത്താൽ ഇന്ന് പകലിൽ ഞങ്ങളെ നിറയ്ക്കണം പിതാവേ. അവൻ ഇനി കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെ രണ്ട് കരങ്ങളും ചേർത്തടിച്ച് ഈ പകലിൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇരുകരങ്ങളും ചേർത്തടിച്ച്, ഇരുകരങ്ങളും ചേർത്തടിച്ച്. ഹല്ലേലൂയ. ബലവാനായ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന്, കെരൂബുകളുടെ മീതെ വസിക്കുന്ന ദൈവത്തിന്, സാറാപ്പുകളുടെ മധ്യത്തിൽ അവയെ വാസം ചെയ്യുന്ന ഉന്നതനും ഉയർന്നിരിക്കുന്നവനും അവയെ ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായ ആ കർത്താവിലേക്ക് ആരാധന ഉയരട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നപ്പ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങയുടെ പാദപീഠത്തിലായിരുന്നു കൊണ്ട് ഞങ്ങളെ പരമഹത്വം കരേറ്റുകയാണ്. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ മൂടി മറയ്ക്കണമേ. ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന അങ്ങയുടെ മകനെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുന്നു. ആശീർവദിക്കണമേ. കടന്നു വന്ന മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇനി കടന്നു വരുവാനുള്ളവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വവും പുകഴ്ചയും എല്ലാ സ്തോത്രവും എല്ലാ ബഹുമാനവും അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. കരങ്ങൾ തുറക്കണേ. ഹല്ലേലൂയ. ഒന്നുകൂടെ, ഒരിക്കൽ കൂടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിന്റെ അമ്മേ പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കിടക്കുന്ന സകല കസേരകളിലും അമ്മേ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഓ, ഇന്ന് പകൽക്കാലം വലിയൊരു കൊള്ള പങ്കിട്ട് സന്തോഷത്തോടു കൂടെയാ അമ്മേ ഞാനിവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. വലിയൊരു കൊള്ള പങ്കിട്ട് സന്തോഷം, സ്തോത്രം. ഇന്ന് പകൽക്കാലം അമ്മേ പിശാചിന്റെ ഗോഡൌണിൽ കയറി അമ്മേ നമ്മൾ ചിലത് പിടിച്ചെടുക്കാൻ പോവുകയാണ്. അമ്മേ സാത്താന്റെ ഗോഡൌണിൽ കയറി, ഹല്ലേലൂയ, നഷ്ടപ്പെട്ട ചില നന്മകൾ, നഷ്ടപ്പെട്ട ചില അനുഗ്രഹങ്ങൾ, നഷ്ടപ്പെട്ട ചില പദവികൾ, നഷ്ടപ്പെട്ട ചില നന്മകൾ ഇന്ന് പകൽക്കാലം തിരിച്ചു കൊണ്ടുവരുവാൻ പോവുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ ദൈവത്തിനറിയാം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിനറിയാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിനറിയാം. അതെ, നമ്മളിന്ന് രാവിലെ എന്ത് കഴിച്ചു, എന്ത് കഴിച്ചില്ല ദൈവത്തിനറിയാം. നമ്മളിന്ന് രാത്രി ഉറങ്ങിയോ ഉറങ്ങിയില്ലയോ ദൈവത്തിനറിയാം. നമ്മുടെ ശരീരത്തിൽ എവിടെയാ രോഗം ദൈവത്തിനറിയാം. നമ്മൾ ഏത് പ്രശ്നത്തിലാണ് തകർന്നിരിക്കുന്നത് അത് നമ്മുടെ ദൈവത്തിനറിയാം. നമ്മുടെ അവസ്ഥകളെ മുഴുവൻ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിന്റെ മുന്നിലാണ് നമ്മളായിരിക്കുന്നത്. ഒരു ഹാലലിയൊക്കെ പറഞ്ഞതേ. മനുഷ്യന് നമ്മുടെ അവസ്ഥകൾ അറിയണമെങ്കിൽ നമ്മൾ അവരോട് പറയണം, എന്റെ അവസ്ഥ ഇന്നതാണ്, എന്റെ ഭാരം ഇന്നതാണ്, എന്റെ വേദന ഇന്നതാണ്, എന്റെ പ്രശ്നങ്ങൾ ഇന്നതാണ്, എന്റെ സങ്കടം ഇന്നതാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ദൈവത്തിന് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ അവസ്ഥകൾ മൊത്തം അറിയാം, എല്ലാം അറിയാം. ആമേൻ. അപ്പൊ ചോദിക്കാം, അപ്പൊ പ്രാർത്ഥിക്കണ്ടേ ബ്രദറെ? പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവിനെല്ലാം അറിയാം, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നേ?
കർത്താവ് പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അല്ല, കർത്താവിന് അറിയാം, നമ്മുടെ അവസ്ഥകൾ മൊത്തം അറിയാം. പക്ഷേ അതിന്റെ മേലെ വിടുതൽ വരണമെങ്കിൽ യാചിക്കണം, അവൻ അന്വേഷിക്കണം, അവൻ സ്വർഗവാതിൽ മുട്ടണം. അതിനുവേണ്ടിയാണ് ഈ ഉപവാസ പ്രാർത്ഥന, അതിനുവേണ്ടിയാണ് ഈ ശുശ്രൂഷ. ഈ നാളുകളിൽ പകരുവാൻ പോകുന്നു നിന്റെ പ്രശ്നത്തിന്റെ മേലെ പരിഹാരം. ഈ ദിവസങ്ങളിൽ വരുവാൻ പോകുന്നു നിന്റെ ജീവിതത്തിൽ തടഞ്ഞു നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ നാളുകളിൽ പൊട്ടാൻ പോവുകയാണ്. നിന്റെ നന്മകളെ തടയുന്ന, നിന്റെ അനുഗ്രഹങ്ങളെ തടയുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് നാളുകളിൽ, ഈ നാളുകളിൽ ദൂതന്മാരുടെ വാളിനാൽ വെട്ടപ്പെടാൻ പോവുകയാണ്. ചില തടസ്സങ്ങൾ മാറുകയാണ്. ഇന്ന് പകലിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില തടസ്സങ്ങൾ പൊട്ടുന്നു, ചില തടസ്സങ്ങൾ പൊട്ടുന്നു, ചില കെട്ടുകൾ പൊട്ടുന്നു, ചില കോട്ടകൾ ഇടിയുന്നു, ചില അന്ധകാര ശക്തികൾ തകരുന്നു, ചില ഭാഷാ കൂട്ടങ്ങൾ ഇന്ന് മഴക്കാലം തകരുന്നു. കോട്ടകളെ ഇടിക്കുന്ന അത്യന്ത ശക്തിയെ ഇന്ന് പകലിൽ സ്വർഗ്ഗം ഇവിടെ പകരുകയാണ്. രണ്ട് കരങ്ങളും അടിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വം കയറ്റിയാട്ടെ. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ നമ്മുടെ സകല ആവശ്യങ്ങളും നമ്മുടെ പിതാവിന് അറിയാം. ഒരു സെക്കൻഡ് നോക്കി, ഒരു സെക്കൻഡ് നോക്കി. കർത്താവ് പറഞ്ഞു, മക്കൾ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ലെടുത്തു കൊടുക്കുന്ന പിതാക്കന്മാർ ഭൂമിയിലുണ്ടോ? ഇല്ല. മക്കൾ അപ്പനോട് മുട്ട ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന പിതാക്കന്മാർ ഭൂമിയിലുണ്ടോ? ഉണ്ടോ? ഇല്ല. മക്കൾ അപ്പനോട് മീന് ചോദിച്ചാൽ തേലിനെ കൊടുക്കുന്ന പിതാക്കന്മാരുണ്ടോ? ഇല്ല. കർത്താവ് പറയാ, ദോഷികളായ പിതാക്കന്മാർ അവരുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നല്ലവനായ പിതാവ് അവർ തന്റെ മക്കൾ ചോദിച്ചാൽ എത്രയധികം കൊടുക്കും. ഇന്ന് മക്കളെ ചോദിക്കുമോ? അത്തരങ്ങളെ തുറന്ന് ചോദിക്കാൻ തയ്യാറാണോ? അത്തരങ്ങളെ തുറന്ന് ചോദിക്കാൻ തയ്യാറാണോ? ചില വിഷയങ്ങൾക്ക് വേണ്ടി, ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, യേശുവേ എന്നെ വിടുവിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ. അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? വിടുവിക്കുവാൻ ദൈവം തയ്യാറാണ്. സ്തോത്രമേ. സകലവും അറിയുന്നവനായ ദൈവം, ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ദൈവം, നമ്മെ കാണുന്ന ദൈവം, നിശ്ചയമായിട്ട് നമ്മൾ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, അമ്മേ, ഇന്ന് പകൽക്കാലം ഞാനെന്ന് പറയട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കാതെ ദൈവം വേറെ ആരെ അനുഗ്രഹിക്കാനാണ്? സ്തോത്രം. അമ്മേ, കർത്താവ് തന്നെ അനുഗമിക്കുന്ന, തന്റെ സന്നിധിയിൽ ലജ്ജ കൂടാതെ വന്നിരുന്ന് കൈയടിച്ചു പാട്ടുപാടി ആരാധിക്കുന്ന തന്റെ മക്കളെ വിടുവിക്കാതെ അവൻ ആരെ വിടുവിക്കാനാണ്? ഹല്ലേലൂയ. സ്തോത്രം. ഭക്തന്മാര് ജീവിച്ച ജീവിതം എന്ന് പറയുന്നത് അതിവ്യത്യസ്തമാണ്. ഭക്തന്മാരുടെ ജീവിതം എങ്ങനെയാണ്? ആമേ, സ്തോത്രം. ഭക്തന്മാരുടെ ജീവിതം, അവർ ദൈവത്തോട് ചേർന്നു വസിച്ചു. ഹല്ലേലൂയ. അവർ ദൈവത്തോട് ചേർന്ന് വസിച്ചു. പ്രതികൂല കാറ്റുകൾ പക്ഷെ അവർ ദൈവത്തോട് കൂടുതൽ ചേർന്നു. പ്രശ്നങ്ങൾ ഒരുപാട് അപ്പോഴും അവർ ദൈവത്തോട് ചേർന്ന് വസിച്ചു. ഈശാനമൂലം ജീവിതത്തിൽ ശക്തമായി ആഞ്ഞടിച്ചു. അപ്പോഴും അവർ എന്ത് ചെയ്തു? ദൈവത്തോട് ചേർന്ന് വസിച്ചു. അവർ കർത്താവിനെ വിട്ട് പിരിഞ്ഞില്ല. രോഗങ്ങൾക്ക് അവരെ മാറ്റുവാൻ കഴിഞ്ഞില്ല. അവൻ പ്രതികൂലങ്ങൾക്ക് അവരെ മാറ്റുവാൻ കഴിഞ്ഞില്ല. പൗലോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്നത് ആര്? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇല്ല. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും തന്നെ യേശുവിൽ നിന്ന്, യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ കഴിയത്തില്ല.
മാറാത്ത പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇതിനൊന്നും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. ഭക്തന്മാര് കർത്താവിനോട് ചേർന്ന് വാസിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ പാടി, മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. എന്തോ അവർ കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ കൊതിച്ചു. അവർ പ്രാർത്ഥിച്ചു, മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. എന്തോ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന് അളവില്ല. ആ അഭിഷേകത്തിനകത്ത് കോട്ടകൾ ഇടിയുന്നു, അഭിഷേകത്തിനകത്ത് കെട്ടുകൾ പൊട്ടുന്നു, അഭിഷേകത്തിനകത്ത് നുകങ്ങൾ തകരുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഒന്ന് നിറഞ്ഞാൽ മതി, ഒന്ന് നിറഞ്ഞാൽ മതി. ആത്മാവൊന്ന് വ്യാപരിക്കപ്പെട്ടാൽ മതി. കെട്ടുകൾ പൊട്ടുന്നത് കാണുവാൻ കഴിയും, കോട്ടകൾ ഇടിയുന്നത് കാണുവാൻ കഴിയും, എരികോ തകരുന്നത് കാണുവാൻ കഴിയും, ചെങ്കടലെ പിന്മാറുന്നത് കാണുവാൻ കഴിയും, യോർദാൻ വറ്റുന്നത് അത് കാണുവാൻ കഴിയും. മധുരമാകും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നൊഴുകിയാൽ മതി, ഒന്നൊഴുകിയാൽ മതി, ഒന്നൊഴുകിയാൽ മതി. അതുകൊണ്ട് ഭക്തന്മാർ പാടിയത്, സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമേ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധിവാസം ചെയ്യണോ, നിൻ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമേ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധിവാസം ചെയ്യണം. എന്നോ ദൈവത്തിന്റെ ശുദ്ധാത്മാവ് നമ്മുടെ മേൽ അധിവാസം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലോകത്തൊരു ശക്തിക്ക് നിന്ന് തൊടാൻ കഴിയത്തില്ല. അവൻ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ തൊടുവാൻ ഉലകത്തിനൊരു ശക്തിക്ക് കഴിയത്തില്ല, അന്ധകാര പരീക്ഷകൾക്ക് കഴിയത്തില്ല, ആഭിചാര മണ്ഡലങ്ങൾക്ക് പിന്നെ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ ഇറങ്ങി വന്നവൻ ആരെന്നറിയാമോ? അവൻ സാധാരണക്കാരനല്ല, അവൻ തൃത്വത്തിൽ മൂന്നാമോ, അവൻ സർവശക്തൻ, അവൻ കോട്ടകളെ ഇടിക്കുന്നവോ, അവൻ ഭയങ്കരൻ, അതിശക്തൻ, അതിഭയങ്കരൻ, അത്യുന്നതൻ. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കാറുണ്ട്. ദൈവം നമുക്ക് എന്തെങ്കിലും നൽകാമെന്ന് ആരിലൂടെയെങ്കിലും വാഗ്ദത്തം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വാഗ്ദത്തത്തെ അളക്കാൻ തുടങ്ങും. ആമേൻ. നമ്മുടെ ഗിദെയോനോട് കർത്താവ് പറഞ്ഞു, ആമേൻ, വിദ്യാന്യരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഒരൊറ്റയാൾ പോലെ നീ അവരെ എല്ലാം പരാജയപ്പെടുത്താൻ പോവുകയാണ്. പെട്ടെന്ന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കേണ്ട ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചെന്നാണ് പറഞ്ഞെന്താണെന്നറിയാമോ? യഹോവേ, എന്റെ കുലത്തിൽ ഞാൻ ഏറ്റവും എളിയവനാണ്. അതെ, എന്റെ കുലത്തിൽ ഞാൻ ഏറ്റവും എളിയവനാണ്. അതെ, ഞാൻ ഏറ്റവും ചെറുതാണ്, ഞാൻ ഏറ്റവും എളിയവനാണ്. പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ദൈവമൊന്ന് തരാമെന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ തയ്യാറാകണം, ആമേൻ പറയാൻ തയ്യാറാകണം. ഓക്കെ, ഗിദെയോൻ അവന്റെ കുലത്തിന്റെ സ്തോത്രം വലിപ്പത്തിലേക്ക് നോക്കി, അവൻ വാഗ്ദത്തത്തിലേക്ക് നോക്കി, അവന്റെ വലിപ്പത്തിലേക്ക് നോക്കി, വാഗ്ദത്തത്തിലേക്ക് നോക്കി, അവന്റെ അവസ്ഥകളിലേക്ക് നോക്കി, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കി, അവന്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കി, അവൻ വാഗ്ദത്തത്തിലേക്ക് നോക്കി, അവന്റെ ആരോഗ്യത്തിൽ നോക്കി, അവൻ വാഗ്ദത്തത്തിലേക്ക് നോക്കി, അളക്കാൻ തുടങ്ങി, അളക്കാൻ തുടങ്ങി. അളന്നപ്പോൾ വാഗ്ദത്തം ഒരുപാട് ദൂരെയാണ്, വാഗ്ദത്തം ഒരുപാട് ദൂരെയാണ്. പക്ഷേ അവൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അവസ്ഥകളെ നോക്കണ്ട, വാഗ്ദത്തത്തിലേക്ക് നോക്കിയാൽ മതി. ദൈവം വന്ന ദൂതിലേക്ക് നോക്ക്, വാഗ്ദത്തത്തിലേക്ക് നോക്ക്,
അതിന്റെ വലിപ്പത്തിലേക്ക് നോക്കാം. യാക്കോബിന്റെ മക്കളിൽ 11ാമത്തവനായ ജോസഫിനെ ഫറവോന്റെ കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് വാഗ്ദത്തം കിട്ടിയപ്പോ ആരെങ്കിലും ചിന്തിച്ചു അത് നടക്കുമെന്ന്? അതൊരിക്കലും നടക്കത്തില്ല. ഫറവോൻ രാജാവാണ്. അതൊരു വലിയ സാമ്രാജ്യമാണ്. അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഈ കൊച്ചു പയ്യനെ കൊണ്ട് സാധിക്കത്തില്ല. കുട്ടിക്കാലത്തെ സ്വപ്നം കണ്ടു. നിന്റെ അപ്പനും അമ്മയും ചേട്ടന്മാരും ഒക്കെ നിന്നെ നമസ്കരിച്ചു നിൽക്കും. നീ സിംഹാസനത്തിലിരിക്കും. അന്നത്തെ സാഹചര്യം കൊണ്ട് അളന്നാൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അന്നത്തെ സാഹചര്യം കൊണ്ട് അളന്നാൽ കാര്യം നടക്കത്തില്ല. അങ്ങനത്തെ സാഹചര്യം കൊണ്ട് അളന്നാൽ അത് കിട്ടുവാൻ ഒരു സാഹചര്യങ്ങളും ഇല്ല. പക്ഷേ ഇന്ന് പകൽക്കാലത്ത് പറയട്ടെ, ഈ വാഗ്ദത്തം കിട്ടി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് ഒറ്റപ്പെടൽ കിട്ടി, അവന് പൊട്ടക്കിണറ് കിട്ടി, അവന് മരുഭൂമി കിട്ടി, അവന് അടിമച്ചന്ത കിട്ടി, അവന് കാരാഗ്രഹം കിട്ടി. എന്നാ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോ ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട്. ജോസഫേ, നിന്റെ വാഗ്ദത്തം ഇതാ തൊട്ടടുക്കലാണ്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തത്. നിന്റെ വാഗ്ദത്തം ഇതാ തൊട്ടടുക്കലാണ്. ഫറവോന്റെ കൊട്ടാരത്തിൽ അതിസിംഹാസനം നിനക്ക് വേണ്ടി ഇതാ തയ്യാറാകുന്നു. തൊട്ടടുക്കലാണ്. ആരോടോ ഇന്ന് മുതൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുന്നു. തൊട്ടക്കിടന്ന് കഴിയാറായി, മരുഭൂമി കഴിയാറായി. ഇതാ വാഗ്ദത്തം അടുക്കലെത്തി പ്രാപിക്കാം. വാഗ്ദത്തത്തിന്റെ അടുക്കലേക്ക് വന്നിരിക്കുക. വാഗ്ദത്തത്തിന്റെ തൊട്ടടുക്കലേക്ക് വന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, പൊട്ടക്കിണറിൽ കിടക്കുമ്പോഴും ജോസഫിന്റെ ഒരു ചിന്ത ഇതാണോ കർത്താവേ നീ പറഞ്ഞ വാഗ്ദത്തം? മരുഭൂമിയിൽ അടിമച്ചന്തയിലേക്ക് മരുഭൂമിയിൽ വെച്ച് അവൻ ചങ്ങല കൊണ്ട് കെട്ടി അവൻ കച്ചവടക്കാരെ കൊണ്ടുപോകുമ്പോഴും ആ ചുട്ടുകൊള്ളുന്ന വളരാരുണ്യത്തിൽ പിഞ്ചു കാലുകൾ ഇങ്ങനെ ചങ്ങലകളെ കെട്ടപ്പെട്ട് നടക്കുമ്പോഴും അവന്റെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കാം. ഇതാണോ കർത്താവേ നീ പറഞ്ഞ വാഗ്ദത്തം? ചങ്ങലകളെ കെട്ടപ്പെട്ട് ആനമാടുകളെ പോലെ അടിമച്ചന്തക്കകത്ത് കിടക്കുമ്പോഴും അവൻ ചോദിച്ചിരിക്കാം, ഇതാണോ കർത്താവേ നീ പറഞ്ഞ വാഗ്ദത്തം? പോത്തിഫറിന്റെ വീട്ടിൽ അടിമവേലയ്ക്ക് കിടക്കുമ്പോഴും അവൻ ചോദിച്ചിരിക്കാം, ഇതാണോ നീ പറഞ്ഞ സിംഹാസനം? കാരാഗൃഹത്തിന്റെ അകത്തളത്തിൽ ചുറ്റുകൊള്ളുന്ന അനുഭവത്തിൽ കിടന്ന് യാതന അനുഭവിക്കുമ്പോഴും അവൻ ചോദിച്ചിരിക്കാം, ഇതാണോ കർത്താവേ നീ പറഞ്ഞ വാഗ്ദത്തം? ഇതാണോ കർത്താവേ നീ പറഞ്ഞ സിംഹാസനം? ഇതാണോ കർത്താവേ നീ പറഞ്ഞ കൊട്ടാരം? ഇതാണോ കർത്താവേ നീ പറഞ്ഞ വാഗ്ദത്തം? അല്ലട മോനെ, അല്ല, ഇതല്ല. വാഗ്ദത്തം ഇതാ വരികയാ. നീ കാണുന്ന വാഗ്ദത്തം, നീ കണ്ട വാഗ്ദത്തം അതിതാ വരികയാ. ആരുടെയോ ജീവിതങ്ങളിലേക്ക് വാഗ്ദത്തം കടന്നു വരുന്നു. ഇന്ന് മകൾക്കൊരു പ്രാപിക്കാം. രണ്ട് കരങ്ങളും അടിച്ച് ദൈവത്തെ ആരാധിച്ചു ആ വാഗ്ദത്തത്തെ പ്രാപിച്ചത്. അതിന്റെ നിവർത്തീകരണം ഇന്ന് മകന് നടക്കുകയാ. കോട്ടകൾ ഇടിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു, മുഖങ്ങൾ തകരുന്നു. സാഹചര്യങ്ങൾ എതിരാകുമ്പോ ലോകം നമ്മോട് ചോദിക്കും, ഇതാണോ നിന്റെ പ്രാർത്ഥന? സാഹചര്യങ്ങൾ എതിരാകുമ്പോ ലോക മനുഷ്യർ ചോദിക്കും, ഇതാണോ നിന്റെ ആരാധനയ്ക്കുള്ള മറുപടി? ഇതാണോ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി? ഇതിനു വേണ്ടിയാണോ നീ ഓടിയത്? അല്ലല്ലല്ല, ഇതല്ല. ഇതിന്റെ തൊട്ടുപുറകിൽ വന്നുകൊണ്ടിരിക്കുക. എന്റെ മറുപടി ഇതല്ല, എന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇതല്ല. ഇതിന്റെ തൊട്ടുപുറകിൽ വന്നുകൊണ്ടിരിക്കുക. എന്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ പൊട്ടക്കിണറല്ല, ഈ മരുഭൂമിയല്ല, ഈ അടിമച്ചന്തയല്ല, ഈ കാരാഗ്രഹമല്ല. ഇതിന്റെ പുറകെ വരുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? രണ്ട് കൈകളെ വലിച്ച് ദൈവത്തെ ആരാധിച്ചേക്കാമോ? ഇതിന്റെ പുറകെ വരുന്നു. ഈ അനർത്ഥത്തിന്റെ പുറകെ വരുന്നു. ഈ തീർച്ചയുടെ പുറകെ വരുന്നു.
ഒരു കാര്യം നീ പറഞ്ഞാലേ നോക്കി, ഇപ്പൊ വെക്കേഷൻ ആണല്ലോ. വെക്കേഷൻ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇപ്പൊ അവധിയില്ല. അടുത്ത വെക്കേഷൻ കഴിയുമ്പോൾ എന്ത് കിട്ടും? പ്രമോഷൻ കിട്ടും അല്ലെ? പ്രമോഷൻ. ഈ പ്രമോഷന് മുമ്പ് വെക്കേഷൻ, വെക്കേഷന് മുമ്പ് എന്ത് കിട്ടി? പരീക്ഷ കിട്ടി. ഇനി വരികയിലേക്ക് പറഞ്ഞാലേ വെക്കേഷന് മുമ്പ് എന്തായിരുന്നു? പരീക്ഷ. പരീക്ഷ കഴിഞ്ഞപ്പോ വെക്കേഷൻ. വെക്കേഷൻ കഴിയുമ്പോ 6ാം ക്ലാസ്സിലുള്ള കുട്ടി 7ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ആകും. 7ാം ക്ലാസ്സിലുള്ള കുട്ടി 8ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ആകും. അല്ലയോ മോനെ? 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷൻ നിനക്ക് വെറുതെ കിട്ടിയതാണോടാ എന്ന് ചോദിച്ചാൽ കുട്ടി പറയും, അല്ലല്ലല്ലല്ല, ഞാൻ 1 കൊല്ലം പഠിച്ചതിന്റെ ഫലമാണ് ഈ പ്രൊമോഷൻ. 1 കൊല്ലം പഠിച്ചതിന്റെ ഫലമാണ് ഈ പ്രൊമോഷൻ. അങ്ങനെയാണെങ്കിൽ നീ ആരാധിക്കുന്ന ഓരോ ദിവസങ്ങളും, ഓരോ മണിക്കൂറുകളും, നീ ഉപവസിച്ച ദിവസങ്ങൾ, നീ ആരാധിച്ച ദിവസങ്ങൾ, നീ പ്രാർത്ഥിച്ച മണിക്കൂറുകൾ എഴുതി വച്ചിട്ടുണ്ട്. അതിന്റെ പ്രമോഷൻ വരാൻ പോവുകയാ. അതിന്റെ പ്രമോഷൻ വരാൻ പോവുകയാ. അതിന്റെ വിടുതൽ വരാൻ പോവുകയാ. അതിന്റെ പ്രമോഷൻ വരാൻ പോവുകയാ. നിനക്കറിയത്തില്ല നീ എത്ര നാൾ പാടിയെന്ന്. നിനക്കറിയത്തില്ല നീ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചുവെന്ന്. നിനക്കറിയത്തില്ല നീ എത്ര കാലം ബൈബിൾ കൊണ്ട് ഓടിയെന്ന്. പക്ഷേ സ്വർഗത്തിൽ അപ്പന്റെ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടു, കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ആ പാട്ട് പാടുന്നത് സന്തോഷമല്ലേ? ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്തോ ലോകത്തിൽ പലരും കണ്ടിട്ട് കാണാത്തവരെ പോലെ പോവുകയാ. നിന്റെ ദാരിദ്ര്യം കണ്ടിട്ടാ, നിന്റെ രോഗം കണ്ടിട്ടാ, നിന്റെ കടഭാരം കണ്ടിട്ടാ, നിന്റെ പ്രതിസന്ധി കണ്ടിട്ടാ, നിന്റെ പ്രശ്നങ്ങൾ കണ്ടിട്ടാ പലരും കണ്ടിട്ട് കാണാത്തവരെ പോലെ പോകുമ്പോൾ ഭക്തൻ പറയാ ആമേൻ സ്തോത്രം. എന്നാളെനിക്കൊരു സഹായകൻ എവിടെ? വാനിൽ ഉണ്ടെന്നറിഞ്ഞത് ഉല്ലാസമേ. നിന്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന, നിശ്ചയമായി നിന്നെ വിടുവിക്കുന്ന, നിശ്ചയമായി നിന്നെ രക്ഷിക്കുന്ന, നിശ്ചയമായി നിന്നെ മാനിക്കുന്ന, നിശ്ചയമായി നിന്നെ നടത്തുന്ന, നിശ്ചയമായി നിന്നെ പരിപാലിക്കുന്ന ഒരു രക്ഷകൻ അവൻ വാനിലുണ്ട്. ഇന്ന് പകൽക്കാലം അവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ 2 കൈകൾ വലിച്ചൊന്ന് ആരാധിച്ചോണ്ട് കാണാം. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായിട്ട് ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ല. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് 27 വർഷം കഴിഞ്ഞു. 27 വർഷം ഹൈന്ദവ പാരമ്പര്യ തറവാട്ട് കുടുംബത്തിൽ വിശ്വ ഹിന്ദു മനുഷ്യത്തിന്റെ സജീവ പ്രവർത്തനം കുടുംബക്ഷേത്രത്തിലെ ആക്റ്റീവ് മെമ്പറായി ക്ഷേത്രത്തിലെ സകല കാര്യങ്ങൾ നോക്കി നടന്നിരുന്ന എന്റെ 1997 കർത്താവ് വിളിക്കുവാനിടയായി. കർത്താവ് വിളിച്ചു. വിളിച്ചവനെന്നും വിശ്വസ്തൻ, അന്ത്യത്തോളം കാക്കുമവൻ, നിന്റെ വഴിയിൽ അവൻ കൈവെടിയുമോ? നിനക്കാശ്രയോ ഇല്ലാതാകുമോ? ഒരു കാര്യം ഇവർക്ക് പറഞ്ഞത് 27 വർഷത്തിനു മുൻപ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരായ ദൈവം വിശ്വസ്തൻ. വിളിച്ചവനെന്നും വിശ്വസ്തൻ, അന്ത്യത്തോളം കാക്കുമവൻ, നിന്റെ വഴിയിൽ അവൻ കൈവെടിയുമോ? നിനക്കാശ്രയോ ഇല്ലാതാകുമോ? ഇന്ന് വരെ കർത്താവ് കൈവിട്ടിട്ടില്ല. അപ്പൊ ചോദിക്കാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കാര്യം
രോഗങ്ങളൊന്നും വന്നിട്ടില്ല, രോഗങ്ങളെ വന്നിട്ടുള്ളൂ. 6 മാസം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരേ കടയിൽ കിടന്നു. പിന്നെ വടിയൂന്നി നടന്നു. ജനലിലും ഗ്രില്ലിലും ഒക്കെ പിടിച്ച ഒറ്റടി വെച്ചൊക്കെ നടന്നു. പലരുടെ സഹായത്തിൽ കൈത്താങ്ങലിട്ട് എന്നെ നടത്തി. അപ്പോഴേക്ക് ചിലര് പറഞ്ഞു, ഒരുത്തൻ വീണു, അവനിനി എഴുന്നേൽക്കത്തില്ല, ഇവനിനി ചാടത്തില്ല, ഇവനിനി അഥവാ പ്രസംഗിച്ചാലും ഓടി ഓടി പ്രസംഗിക്കത്തില്ല, ഇനി അഥവാ പ്രസംഗിച്ചാലും ചാടിയൊന്നും പ്രസംഗിക്കത്തില്ല. അപ്പൊ എന്നാൽ എനിക്കറിയാം ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവൻ എന്റെ ഉപബലിയാണ്. എന്നെ വിളിച്ചവൻ സാധാരണക്കാരനല്ല. എന്നെ വിളിച്ചവൻ ഒരു മനുഷ്യനല്ല. എന്നെ വിളിച്ചത് ഒരു സംഘടനയല്ല. എന്നെ വിളിച്ചത് ഒരു ഡിനോമിനേഷൻ അല്ല. വിളിച്ചവൻ ആര്? നിന്നെ വിളിച്ചവൻ സാധാരണക്കാരനല്ല. നിന്നെ വിളിച്ചത് ഒരു മനുഷ്യനല്ല, അത്യുന്നതനായ ദൈവം. അവനാണ് വിളിച്ചതെങ്കിൽ നീ തകരത്തില്ല, നീ നശിക്കത്തില്ല. അമ്മ വിളിച്ചവനൊന്ന് നോക്കിയാൽ മതി, അവന്റെ വലിപ്പത്തേക്കൊന്ന് നോക്കിയാൽ മതിയെന്ന്. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കുമിഞ്ഞു കൂടുമ്പോ പലരും പറയും, ഇനി രക്ഷയില്ലടാ, പോക്ക. അമ്മേ, നിന്റെ കാര്യം ഇനി പോക്ക, ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. പ്രശ്നങ്ങൾ കുമിഞ്ഞു കൂടിയിരിക്കുക, പ്രതിസന്ധികൾ കൂടിയിരിക്കുക, സാമ്പത്തിക ഞെരുക്കം കൂടിയിരിക്കുക, കടഭാരം കൂടിയിരിക്കുക, ഇനി രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, ആ നിമിഷങ്ങളിൽ, ആ സാഹചര്യങ്ങളിൽ ഞാൻ എന്റെ സാമ്പത്തിക ഞെരുക്കത്തിൽ നോക്കത്തില്ല, രോഗങ്ങളിൽ നോക്കത്തില്ല, പ്രശ്നങ്ങളിലേക്ക് ഞാൻ നോക്കത്തില്ല, കടഭാരത്തിലേക്ക് ഞാൻ നോക്കത്തില്ല. എന്നെ വിളിച്ചവനിലേക്ക് ഞാൻ നോക്കൂ. എന്നെ വിളിച്ചവനിലേക്ക് നോക്കൂ. അവൻ വലിയവൻ, അവൻ വലിയവൻ, അവൻ വലിയവൻ. വിളിച്ചവനിലേക്ക് നോക്കൂ. കർത്താവേ, വിളിച്ചവനെന്നു വിശ്വസ്തൻ, അന്ത്യത്തോളം കാക്കും അവൻ. നിന്നെ വഴിയിൽ അവൻ കൈവെടിയുമോ? നിനക്കാശ്രയോ ഇല്ലാതാകുമോ? നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ ഭയങ്കരനാണ്. അവൻ നമ്മെ നടത്തും, അതിശയകരമായി നടത്തും. ചില നാളുകൾ കഴിഞ്ഞപ്പോ എന്റെ കാലിന്റെ നരിയാണിയൊക്കെ ഉറച്ച് ബലപ്പെടാൻ തുടങ്ങി. ആമേ, ആരുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. വടി ഊന്നാതെ, ജനലിൽ പിടിക്കാതെ, ഗ്രില്ലിൽ പിടിക്കാതെ, ചുവരിൽ പിടിക്കാതെ ആമേ നടക്കാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് കാലുകൾ ബലപ്പെടാൻ തുടങ്ങി. ആമേ, അന്യഭാഷയിൽ ആരാധിച്ചു പ്രാർത്ഥിച്ചു ആമേ, ഒത്തിരി ദൈവമക്കളുടെ പ്രാർത്ഥനയാലും ആമേ തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങി. ആമേ, പഴയതുപോലെ പ്രസംഗിക്കാൻ തുടങ്ങി, പഴയതുപോലെ ആരാധിക്കാൻ തുടങ്ങി, പഴയതുപോലെ ഓടാൻ തുടങ്ങി, പഴയതുപോലെ ചാടാൻ തുടങ്ങി. കാലുകൾക്ക് ബലമുണ്ടായി. ഇന്ന് പകൽക്കാലം പറയട്ടെ, അവസ്ഥകളല്ല വലുത്, അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് വലിയവൻ, അവനാണ് വലിയവൻ, അവനാണ് വലിയവൻ, അവനാണ് വലിയവൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് പ്രശ്നത്തിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വലിയ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ വലിപ്പത്തിലേക്ക് നമ്മളൊന്ന് നോക്കണം. ആ ദൈവത്തിന്റെ വലിപ്പത്തിൽ നമ്മളത് ആശ്രയിക്കണം. കർത്താവിനെല്ലാം നേടണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും ഒരു കൊച്ചു മകൻ പപ്പയുടെ അടുക്കൽ ഒരു സ്ലേറ്റുമായി കടന്നുപോയി. എന്നിട്ടാ ഈ സ്ലേറ്റിൽ ഒരു വര ഇങ്ങനെ വരച്ചിട്ട് ആ വരച്ച ചോക്ക് പീസും ആ സ്ലേറ്റും തന്റെ പപ്പയുടെ കയ്യിൽ കൊടുത്തു. പപ്പ, ഞാൻ വരച്ച ഈ വരയെ ഒന്ന് ചെറുതാക്കി തരാൻ പറഞ്ഞു. പപ്പ പറഞ്ഞോടാ, ഇതിനെ ചെറുതാക്കാൻ വളരെ എളുപ്പമല്ലേ? അതെങ്ങനെയാ പപ്പ? ഇതിനെ കുറച്ച് കഴിച്ചു കളഞ്ഞാൽ മതി. തൊടാൻ പാടില്ല, ഈ വരയിൽ തൊടാൻ പാടില്ല, ഇത് അഴിക്കാൻ പാടില്ല, അല്ലാതെ ഇതിനെ ചെറുതാക്കണം. അപ്പൊ ചോദിച്ചുകൂടാ, ഈ വര അഴിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, പിന്നെ എങ്ങനെയാ ചെറുതാക്കുന്നേ? എന്നെ കൊണ്ട് കഴിയോ? മോൻ പറഞ്ഞു, ഞാൻ ചെറുതാക്കി തരാം. അവൻ ആ സ്ലേറ്റ് വാങ്ങി, ആ ചോക്ക് പീസ് വാങ്ങി, ഈ വരയുടെ അടുക്കൽ ഒരു വലിയ വരയൊക്കെ വരച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ടോപ്പാ, ആദ്യത്തെ വര ചെറുതായത് കണ്ടോ? അത് കറക്റ്റാണ്. ഇപ്പോൾ ആ വര ചെറുതായി. കാരണം എന്തോ? ഏത് പ്രശ്നവും
ശക്തനായ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയാൽ പ്രശ്നങ്ങൾ ചെറുതാണ്, രോഗങ്ങൾ ചെറുതാണ്, പ്രതികൂലങ്ങൾ ചെറുതാണ്. മനസ്സിലായോ? നമ്മുടെ പ്രശ്നങ്ങളുടെ അടുക്കൽ യേശു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ചെറുത്, യേശു വലുത്. യേശു നമ്മുടെ പ്രശ്നങ്ങളിൽ വരുന്നത് വരെ നമ്മുടെ പ്രശ്നങ്ങളാണ് വലുത്. യേശു നമ്മുടെ പ്രതിസന്ധികളിൽ ഇറങ്ങി വരുന്നത് വരെ നമ്മുടെ പ്രതിസന്ധികളാണ് വരുന്നത്. പക്ഷെ യേശു വന്നു കഴിഞ്ഞാൽ യേശു വലിയവൻ, പ്രതിസന്ധികൾ ചെറുത്, പ്രതിസന്ധികൾ ചെറുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഒരുപാട് അനുഭവങ്ങൾ പറയാൻ കഴിയും. ആമേ സ്തോത്രം. ഞാനെങ്കിലും അധികമായ അനുഭവങ്ങളിലേക്ക് കടക്കുന്നില്ല. സ്തോത്രം. ആമേ നോക്കുക, കർത്താവ് നിശ്ചയമായിട്ട് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു വാക്യമെടുത്ത് ചിന്തിച്ച് ഒന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ ഞാൻ നടത്തും. യോനാ പ്രവാചകന്റെ പുസ്തകം എല്ലാവർക്കും നിൽക്കാം. യോനാ പ്രവാചകന്റെ പുസ്തകം, ആമേ ബൈബിൾ കൊണ്ടുവന്നവർക്ക് യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. 2-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്. ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. മതി. ഓക്കേ. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഇനി ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നോക്കേ, നമ്മൾ ഈ ആളിന്റെ പെരുപ്പോന്ന് നോക്കല്ലേ. ഗിദെയോനോട് കർത്താവ് പറഞ്ഞത് എന്താണ്? പരാക്രമശാലി. ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു. ഇറങ്ങി പുറപ്പെട്ടു. ഒരു വലിയ സൈന്യത്തെ കൊണ്ടുപോയി. കുറെ നേരം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞെന്താണെന്നറിയാമോ? നീ ഇത്രയും പേരെ ഒന്ന് കൊണ്ടുപോണ്ട, കുറച്ച് പേര് വീട്ടിൽ കഴിക്കാൻ പറഞ്ഞു. കർത്താവ് ഇത്രയും വേണ്ടേ? വേണ്ട, വീട്ടിൽ കഴിക്കാൻ പറഞ്ഞു. വീട്ടിലയച്ച് അവസരം ലാസ്റ്റ് ആമേ 10-30,000 കിടന്നത് അവസരം 300 പേരായി. കർത്താവ് 300 മതിയോ? 300 മതി. അവിടെ 10,000 കിടന്നിറങ്ങി ഇണക്കിയ ശത്രു സൈന്യം. അത് കുഴപ്പമില്ല, നിനക്ക് 300 മതി. 300 മതി. പക്ഷേ 300 പേരെ ഉള്ളെങ്കിലും 300 പേരുടെ കയ്യിലും തീപ്പന്തം ഉണ്ടായിരുന്നു. ഒരു കല്ലിൽ പറഞ്ഞിട്ട് തീപ്പന്തം. സ്തോത്രം. അതുണ്ടെങ്കിൽ 30,000 വേണ്ട, 300 മതി. ഓ, തീപ്പന്തം ഉണ്ടോ? അവൻ 300 മതി. 30 ലക്ഷം പരാജയപ്പെടാൻ പോവുക. തീപ്പന്തമുള്ള 300ന്റെ മുന്നിൽ 30 ലക്ഷം തകരാൻ പറയാ. തീപ്പന്തമുള്ള 300 പേരുടെ മുന്നിൽ 30 ലക്ഷം അവൻ പരാജയപ്പെട്ട് ഓടാൻ പോവുക. നമ്മുടെ മേലെന്തുണ്ട്? ആ സാന്നിധ്യമുണ്ട്. നമ്മുടെ മേലെന്തുണ്ട്? ആ സാന്നിധ്യമുണ്ട്. സ്തോത്രം. നിൻ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം. കണ്ടോ, മോശെ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ദൈവത്തോട് ചോദിച്ചത് ഇങ്ങനെയാ: യഹോവേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ അയക്കരുത്. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങൾ പോകാം, പക്ഷേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. നിൻ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധിവാസം ചെയ്യണം. ഒരു കാര്യം പറഞ്ഞേ. ദൈവത്തിന്റെ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജയമുണ്ട്. ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടില്ല. ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ തോറ്റു പോകില്ല. കഴിഞ്ഞ 27 വർഷം ശുശ്രൂഷയിൽ ഞാനായിരിക്കുമ്പോ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒരുപാട് ആഞ്ഞടിച്ചെങ്കിലും ഇന്നും തകരാതെ നിൽക്കുന്നതിന്റെ ഒറ്റ കാരണം സാന്നിധ്യമാണ്. അത്
ചില സമയത്ത് തളർന്ന് അവശനായി മതി യഹോവേ മതി, എന്റെ പ്രാണൻ എടുത്തുകൊള്ളണമേ, മതി കർത്താവേ മതി, ജീവിച്ചത് മതി, ഓടിയത് മതി, പാടിയത് മതി, പ്രസംഗിച്ചത് മതി, പ്രാർത്ഥിച്ചത് മതി, ശുശ്രൂഷിച്ചത് മതി, ജീവിച്ചത് മതിയേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് തകർന്നു കിടന്ന ഒരുപാട് ദിവസങ്ങളുണ്ട്. പക്ഷേ ആ സമയത്തും സാന്നിധ്യം എന്റെ വിട്ടില്ല. തളർന്നവനാണ് പക്ഷെ സാന്നിധ്യം വിടത്തില്ല. അത് ഉടഞ്ഞു കിടക്കുന്നവനാണ് പക്ഷെ സാന്നിധ്യമുണ്ടോ, നീ ചാടി എഴുന്നേൽക്കും. സാന്നിധ്യമുണ്ടോ, നീ തളർന്ന് കിടന്നാലും ചാടി എഴുന്നേൽക്കും. ഹലോ, പലപ്പോഴും തളർന്ന് കിടന്നതാ, പക്ഷേ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോ ചാടി എഴുന്നേറ്റു. തകരാൻ സമ്മതിക്കത്തില്ല, ഉടയാൻ സമ്മതിക്കത്തില്ല. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്റെ പണിയിലെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഒരു ഹാലേലൂയ പറഞ്ഞേ. എന്തിനായി വേദന, എന്തിനായി ശോധന, എന്തിനായി കഷ്ടപ്പാട്, എന്തിനായി ദുഃഖം? നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്റെ പണിയിലെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. അതുകൊണ്ട് നഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലോ തളർന്നിടല്ലേ, ഞാനെന്നെന്നും നിന്റെ ദൈവോ, നീ എന്നെന്നും എന്റേതാണേ. കണ്ടോ, തളരരുത്, പതറരുത്, തളരരുത്, പതറരുത്. കാരണം നിന്നെ തകർക്കാനല്ല, നിന്നെ മുടിക്കാനല്ല, നിന്നെ നശിപ്പിക്കുവാനല്ല, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കാൻ പോവുകയാ. ആട് മാറിയതുപോലെ നിന്നെ ആക്കാൻ പോവുകയാ. നിന്നിൽ മാത്രമല്ല, നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ ഇറങ്ങി വന്ന് വൻ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യ പ്രവൃത്തികൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവൃത്തികളും നീ പ്രാപിക്കാൻ പോവുകയാ. നിന്റെ തലമുറകളിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ നാളുകളിൽ അത് വെളിപ്പെട്ട് വരാൻ പോവുകയാ. നിന്റെ വീട്ടിനകത്ത് പോലും കർത്താവിന്റെ കരം ഈ നാളുകളിൽ ഇറങ്ങി ചലിക്കാൻ പോവുകയാ. ഇതയോന്റെ പടക്കുന്ന പോലെ സ്വർഗത്തിന് വലിയവനായ ദൈവം നിന്നെ അധികാരപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. നോക്കി, സ്തോത്രം. ഇതിന്റെ സന്ദർഭം ഇങ്ങനെയാണ്. വേദപുസ്തകത്തിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ഒരുപാട് പ്രവാചകന്മാർ, അല്ലേ? നമുക്ക് ഏതൊക്കെ പ്രവാചകന്മാരെ അറിയാം? എല്ലാവരുടെയും അതരത്തിൽ, എന്റെ അതരത്തിലും പെട്ടെന്ന് വരുന്ന പ്രവാചകൻ ഏലിയാവ്, അല്ലേ? പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വരുന്നത് ഏലിയാവ്, അല്ലേ? വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ ആരാണ്? അല്ല, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ മോശയോട് ദൈവം സംസാരിക്കുന്നത് അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും. അങ്ങനെയാ സ്വന്തം ദൈവം മോശയോട് സംസാരിക്കുന്നത്. ബൈബിൾ പറയുന്നു, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെയാ ദൈവം മോശയോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആമേൻ, സ്വന്തം വേദപുസ്തകത്തിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ഈ ഒരുപാട് വലിയ പ്രവാചകന്മാരുടെ ഇടയിൽ ഒരു കൊച്ചു പ്രവാചകനുണ്ട്. ആരാണ്? യോന. ഒരു കാര്യം പറഞ്ഞത്, നോഹയല്ല, യോന പ്രവാചകൻ. യോന പ്രവാചകൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളെ പോലെ അനുസരണയില്ല. ഒരു കാര്യം പറഞ്ഞു, നമ്മളെ പോലെ അനുസരണയില്ല. യോന, നീ നിനവയിലേക്ക് പോ എന്ന് പറഞ്ഞാൽ ഉടൻ തർശീശിലേക്ക് അങ്ങ് പോകും. ഒരു കാര്യം പറഞ്ഞിട്ട്, ഇതാണ് യോനയുടെ പ്രത്യേകത. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ പുള്ളി വടക്കോട്ട് പോകും, വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് പോകും, പടിഞ്ഞാറോട്ട് പോകാൻ പറഞ്ഞാൽ പുള്ളി കിഴക്കോട്ട് പോകും. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പോലെയാണ്, അല്ലേ? അപ്പോൾ യോനയോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, യോന,
നീ നിലവിലേക്ക് കടന്നു ചെല്ലണം. കടന്നു ചെന്നിട്ട് ആ പട്ടണത്തിന് വിരോധമായി പ്രസംഗിക്കണം. അയ്യോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പ്രസംഗമായി വിരോധമായിട്ട് പ്രസംഗിക്കാം. ആമേ. എനിക്ക് ഏറ്റവും ഇഷ്ടം അനുഗ്രഹത്തിന്റെ പ്രസംഗം പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ വിടുവിക്കും, ദൈവം നിങ്ങളുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയും. കർത്താവ് നിങ്ങൾക്ക് നിത്യ ജീവൻ അവകാശമായി തരും. നിങ്ങൾക്ക് സ്വർഗത്തിൽ മനോഹരമായ ഒരു വീട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേ. കണ്ണുനീരില്ലാവിനെതുക്കാപങ്ങളുമില്ലത് നിത്യയുഗമുള്ള സന്തോഷനാളിനായി ഉള്ള വഞ്ചിക്കുന്നേ ഞാൻ യാഹേ സ്തുതിച്ചിടുന്നേ. എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ ഇഷ്ടം, നിങ്ങൾ കേൾക്കാനാണല്ലോ ഇഷ്ടം. എനിക്കറിയാം. ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പക്ഷേ യോനിയോട് ദൈവം പറഞ്ഞേക്കാൻ അറിയാം, നീ ഇങ്ങനെ ഒന്നും പ്രസംഗിക്കണ്ട, നീ അവിടെ ചെന്ന് പ്രസംഗിക്കേണ്ട വിഷയം ഞാൻ പറഞ്ഞുതരാം. 40 ദിവസം കഴിയുമ്പോ ഈ പട്ടണം ഉന്മൂലമായി നശിക്കാൻ പോകുന്നു. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരു പ്രസംഗം നിങ്ങളോട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ പോലെ പറയും, പറ്റത്തില്ല കർത്താവേ. ഒരു കാര്യം ഒരു ദിവസത്തിൽ കടന്നു ചെന്നിട്ട് സ്റ്റേജൊക്കെ റെഡിയാക്കി ആ മൈക്ക് സെറ്റൊക്കെ വാടകയ്ക്ക് എടുത്ത് ആ മൈക്കും കയ്യിൽ പിടിച്ച് 2 ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വിളിച്ചു പറയാണ്, പട്ടണമേ, 40 ദിവസം കഴിയുമ്പോൾ നിങ്ങളെല്ലാം നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എന്തായിരിക്കും കയറി? ആമേ. നാട്ടുകാർ കൈവയ്ക്കുന്നത് കൊണ്ട് ആമേ സ്തോത്രം വീട്ടുകാരുടെ കൈവയ്ക്കും. മനുഷ്യർക്ക് വേറെ ഒരു പണിയില്ലേ? ഇതിനായി മൈക്ക് കെട്ടിവെച്ചിട്ട് കപ്പലിൽ കയറി വന്നത്. ബന്ധുക്കളെ മൊത്തം കൈവയ്ക്കും. ആമേ. പോലീസുകാർ കൈവയ്ക്കും. ആമേ. പിന്നെ പഞ്ചായത്ത് മെമ്പർ കൈവയ്ക്കും. ആമേ. സകലരും കൈവയ്ക്കും. ആമേ. അതുകൊണ്ട് സ്തോത്രം, ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രസംഗത്തിന് പോകാറില്ല. സ്തോത്രം. പക്ഷേ നോഹയോട് ദൈവം പറഞ്ഞു, നീ അങ്ങനെ തന്നെ പ്രസംഗിക്കണം. നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെ ഒരു പാസ്റ്റർ വന്നേട്ടോ, എങ്ങനെയൊരു പ്രസംഗം വളരെ ബോറായിരുന്നു, ഒരു കുത്തി പ്രസംഗമായിരുന്നു, പറയില്ലേ, ഒരു കുത്തി പ്രസംഗമായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ച് കർത്താവ് എന്തായി കുത്തി പ്രസംഗം? അപ്പോഴെ കർത്താവ് എനിക്ക് കാര്യം പഠിപ്പിച്ചിരുന്നത്, നമ്മുടെ കയ്യിലൊക്കെ പൊന്തി വരാറില്ലേ, കയ്യിലെ പൊന്തി, ഈ പഴുപ്പ് കെട്ടിയിരിക്കും പൊന്തി. ഈ പൊന്തിയുമായിട്ട് നമ്മൾ ഡോക്ടറെ അടുക്കൽ പോവുകയാണ്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? പെട്ടെന്ന് സൂചിയും ആമേ എല്ലാം പറക്കി കൊണ്ടുവരികയാണ്. സൂചി, കത്തി, കടാര, ആമേ കണ്ടകോടാലി, വെട്ടുകത്തി ഒക്കെ ഇങ്ങനെ പറക്കി കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് സൂചി എടുത്ത് ഇങ്ങനെ ഒറ്റ കുത്തുകുത്താനായിട്ട് പോകുമ്പോൾ നമ്മൾ പറയും, തൊട്ടുപോകരുത്. അതെന്താ? എനിക്ക് വേദനിക്കും, എനിക്ക് കുത്തു വെട്ട് ആമയെ കീറക്കം ഇങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ട. മരുന്ന് വെച്ച് ഭംഗിയായിട്ട് പല്ലി വെച്ച് ഇങ്ങനെ ചുറ്റി വിട്ട് കെട്ടിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഡോക്ടർ പറയും, അയ്യോ അത് കുത്തി പൊട്ടിച്ച് അതിന്റെ പഴുപ്പ് കളഞ്ഞില്ലെങ്കിൽ സുഖമാവത്തില്ല, വേണ്ട വേണ്ട, അങ്ങനെ കുത്തൊന്നും വേണ്ട, സ്ലോ പുറത്തൂടെ ഒന്ന് മരുന്നൊക്കെ പൂശി പഞ്ഞി വെച്ച് ഇങ്ങനെ കെട്ടി വിട്ടാൽ മതി. പിന്നെ അങ്ങനെ ഡോക്ടർ ആമയെ പുറത്ത് മരുന്ന് പൂശി പഞ്ഞി വെച്ച് കോട്ടൺ കെട്ടി ചുറ്റിക്ക് വിടും. 2 ദിവസം കഴിയുമ്പോൾ ഈ സ്വത്രം പൊന്നി ആമ അതിന്റെ ഇരട്ടി വലിപ്പത്തിലാവും. എന്നിട്ട് ചെന്ന് ഡോക്ടറെ കുറ്റം പറയും, ഡോക്ടറെ ഈ ആശുപത്രി ശരിയല്ല, പൂട്ടിയിട്ട് വേറെ പണിക്ക് വേണം, ഞാൻ കിംസിൽ പോകാൻ പോവുകയാണ്. സ്വത്രം ഈ ഡോക്ടർ വെച്ചിട്ട് ഒന്നും റെഡിയായില്ല. അപ്പൊ ഡോക്ടർ പറയും, ഇടം മണ്ട, നിങ്ങളുടെ അപ്പോഴേ പറഞ്ഞു ഈ പഴുപ്പ് പുറത്ത് ചാടിയില്ലെങ്കിൽ പഴുപ്പ് കൂടുമെന്ന്. ആണേ സ്തോത്രം. ഡോക്ടർ എന്ന് പറഞ്ഞ എങ്ങനെയാ? ഇതിനെ കുത്തുകുത്തി പൊട്ടിച്ച് ഈ പഴുപ്പെല്ലാം ഞെക്കി കളഞ്ഞതിന് ശേഷം മരുന്ന് വെച്ച് കെട്ടിയാൽ ഇത് പൊറുക്കും, അല്ലാതെ മരുന്ന് വെച്ചാൽ ഇത് പൊറുക്കത്തില്ല. അപ്പോ ഈ കുത്ത് കിട്ടുന്നത് നല്ലതിനോ തീയതിനോ? നല്ലതിന്. സ്തോത്രം. അതെ. അടുത്ത ദിവസം പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വേദന സഹിക്കാൻ വയ്യ, പൊന്തി വലുതായി, ഇനി വേണമെങ്കിൽ കുത്തിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് ഒരൊറ്റ കുത്ത്, അയ്യോ ഒരൊറ്റ പിടി. ആമേ പഴുപ്പെല്ലാം ഞെക്കി പിഴുക്കി കളഞ്ഞിട്ട് മരുന്ന് വെച്ച് കെട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് ജോലിക്കൊക്കെ പോവാൻ ക്ലിയറായി. എന്താ ക്ലിയർ ആയത്? അന്ന് കിട്ടിയ കുത്തിന്റെ ഫലമാണ്. ഒരു കാര്യം, അന്ന് കിട്ടിയ കുത്തിന്റെ ഫലമാണ്. അല്ലോ അന്ന് ആ പൊന്തി കുത്തി പൊട്ടിച്ച് അതിന്റെ പഴുപ്പ് ഞെക്കിക്കളഞ്ഞ് അതിന്റെ മരുന്ന് വെച്ച് കെട്ടിയപ്പോ ഇച്ചിരി വേദന എടുത്തെങ്കിലും ആ വേദന സൗഖ്യമായി മാറി. കണ്ടോ? ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോ നമുക്ക് തോന്നും ഇത് കുത്തി പ്രസംഗമാണെന്ന്. അല്ല ദൈവമൈതലേ, അതിനകത്തൊരു സൗഖ്യം കിടക്കുകയാണ്. കരമടിച്ച് ദൈവത്തിന് മകത്വം കൊടുത്തോണ്ടേ. ആ പ്രസംഗത്തിന്റെ അകത്ത് ഒരു വലിയ വിടുതൽ കിടക്കുകയാ, അതിനകത്തൊരു സൗഖ്യം കിടക്കുക, അതിനകത്ത് ഒരു വലിയ രക്ഷ കിടക്കുകയാണ്.
അതുകൊണ്ട് ഒരിക്കലും ആമേ അയ്യോ അതങ്ങനെയുള്ള പ്രസംഗമാണെന്ന് പറഞ്ഞു അമ്മ നിങ്ങൾ മാറി നിൽക്കരുത്. ഇതൊരു കല്ലേലി എല്ലാവരും ഓർക്കെ പറഞ്ഞിട്ടെ. അപ്പൊ യോനയോട് ദൈവം പറഞ്ഞു, യോന നീ നിനവയിലേക്ക് കടന്നു ചെന്നിട്ട് എന്ത് ചെയ്യണം? ആ പട്ടണത്തിന് വിരോധമായിട്ട് പ്രസംഗിക്കണം. പ്രിയപ്പെട്ടവരെ, യോന നേരെ തുറമുഖത്തിലേക്ക് പോയി. ഏത് തുറമുഖമാണ്? വിഴിഞ്ഞ തുറമുഖമാണോ? അല്ല, അവിടത്തെ തുറമുഖത്തിൽ. സ്തോത്രം. അവിടത്തെ തുറമുഖത്തിൽ എത്തിയിട്ട് യോന നോക്കി ഏത് കപ്പലാ കയറേണ്ടത്. അവൻ നോക്കുമ്പോ തർശീശിലേക്ക് പോകാനുള്ള കപ്പൽ റെഡിയായി കിടക്കുകയാണ്. യോന ചിന്തിച്ചു, ഏത് കപ്പലിൽ കയറണ്ട? നിനവയിലേക്കുള്ള കപ്പലുണ്ട്, തർശീശിലേക്കുള്ള കപ്പലുണ്ട്. നിനവയിലേക്കുള്ള കപ്പലുണ്ട്, തർശീശിലേക്കുള്ള കപ്പലുണ്ട്. ശ്രദ്ധിക്കുക, നിനവയിലേക്കുള്ള കപ്പലുണ്ട്, തർശീശിലേക്കുള്ള കപ്പലുണ്ട്. രണ്ട് കപ്പൽ റെഡിയാണ്, രണ്ട് കപ്പൽ തയ്യാറാണ്. രണ്ട് കപ്പൽ റെഡിയാണ്, രണ്ട് കപ്പൽ തയ്യാറാണ്. ഏത് കപ്പലിൽ കയറണം? പ്രിയപ്പെട്ടവരെ, യോന തർശീശിലേക്കുള്ള കപ്പലിലേക്ക് കയറി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞത് നിനവേയിലേക്കുള്ള കപ്പലിൽ കയറണം. പക്ഷേ ഏത് കപ്പലിൽ കയറാനും യോനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഏത് കപ്പലിൽ കയറാനും യോനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ നിർമ്മിച്ച് ഏതൻ തോട്ടത്തിലാക്കി. എന്നിട്ട് പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഈ വൃക്ഷഫലം നീ തിന്നരുത്. പ്രിയപ്പെട്ടവരെ, തിന്നരുതെന്ന് പറഞ്ഞെങ്കിലും തിന്നാനും തിന്നാതിരിക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. വേദപുസ്തകം പറയുന്നു, കൊലപാതകം ചെയ്യരുത്. ചെയ്യാനും ചെയ്യാതിരിക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. വേദപുസ്തകം പറയുന്നു, കള്ളസാക്ഷി പറയരുത്. പറയാനും പറയാതിരിക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. വേദപുസ്തകം പറയുന്നു, മോഷ്ടിക്കരുത്. മോഷ്ടിക്കാനും മോഷ്ടിക്കാതെ ഇരിക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മഴക്കാലം ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. പക്ഷേ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ യോന തർശീശിലേക്കുള്ള കപ്പൽ തിരഞ്ഞെടുത്തു. അവൻ അതിൽ കയറി. കപ്പലിന്റെ അടിത്തട്ടിലേക്ക് അവൻ ഇറങ്ങി. അവൻ സുഖമായി ഉറങ്ങി. കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി അവൻ സുഖമായി ഉറങ്ങി. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒടുവിൽ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് അവൻ തള്ളപ്പെട്ടു. ആ കൂരിരുട്ടിലേക്ക്, ആ വേദനയിലേക്ക്, ആ തകർച്ചയിലേക്ക്, ആ ശാപത്തിലേക്ക് അവൻ തള്ളപ്പെടുകയുണ്ട്. ആ മത്സ്യത്തിന്റെ വയറ്റത്ത് കിടന്ന് ദീനരോധനത്തിൽ അവൻ അലമുറയിട്ട് കരയുമ്പോൾ യോനയോട് പറയാൻ ഒരു ദൂതുണ്ട്. യോന, ദൈവം പറഞ്ഞത് എവിടെ പോകാനാ? തർശീശിലേക്കുള്ള കപ്പൽ കയറാനാണോ? അല്ല, നിനവേയിലേക്കുള്ള കപ്പൽ കയറാൻ. നീ ഏതിനാ കയറിയത്? തർശീശിലേക്കുള്ള കപ്പൽ. ആ കപ്പൽ നിന്റെ മത്സ്യത്തിന്റെ വയറ്റിൽ കൊണ്ടെത്തിച്ചു. ആ മത്സ്യം നിന്റെ തകർച്ചയിൽ കൊണ്ടെത്തിച്ചു. ആ മത്സ്യം നിന്റെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഇന്ന് മഴക്കാലം പറയട്ടെ, ദൈവമേ, ഈ ലോകത്തിൽ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. പക്ഷേ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത്, വഴി വിശാലമേറിയത്, അതിൽ കൂടെ കടക്കുന്നവർ അനേകം. ഇവിടെ ഇപ്പൊ വിജയുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ വിജയുടെ ഒരു സിനിമയാണ്. അവിടെ സ്ത്രീ കെട്ടി ഇന്ന് ഫ്രീ സൗണ്ടിന്റെ പ്രദർശനമായിരുന്നെങ്കിൽ ഫുള്ളും കഴിഞ്ഞുമാണ് അല്ലേ? സ്തോത്രം. എന്നാൽ ആരാധന, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക, അതിനെല്ലാരും വരില്ല. എല്ലാവരും വരില്ല. ആര് വരും? വിളിക്കപ്പെട്ടവൻ വരും, തിരഞ്ഞെടുക്കപ്പെട്ടവൻ വരും. ഇന്ന് മഴക്കാലം വിളിച്ചു പറയട്ടെ, ഈ ശബ്ദം ശ്രമിക്കുന്ന സ്നേഹിത, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് വേണം മനുഷ്യന് തിരഞ്ഞെടുക്കാം. മദ്യ ഷോപ്പിലേക്കുള്ള വഴിയുണ്ട്, ആരാധനാലയത്തിലേക്കുള്ള വഴിയുണ്ട്. ഏത് വേണമെങ്കിലും മനുഷ്യന് തിരഞ്ഞെടുക്കാം. ഇരുട്ടിലേക്കുള്ള വഴിയുണ്ട്, വെളിച്ചത്തിലേക്കുള്ള വഴിയുണ്ട്. ഏത് വേണമെങ്കിലും മനുഷ്യന് തിരഞ്ഞെടുക്കാം. പാപത്തിലേക്കുള്ള വഴിയുണ്ട്, വിശുദ്ധിയിലേക്കുള്ള വഴിയുണ്ട്.
ഏത് വഴി വേണമെങ്കിലും മനുഷ്യനെ തിരഞ്ഞെടുക്കാം. അകൃത്യത്തിലേക്കുള്ള വഴിയുണ്ട്, അനീതിയിലേക്കുള്ള വഴിയുണ്ട്, നീതിമാർഗമാകുന്ന വഴിയുണ്ട്. ഏത് വഴി വേണമെങ്കിലും മനുഷ്യനെ തിരഞ്ഞെടുക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നാശത്തിലേക്കുള്ള വഴി, നാശത്തിലേക്കുള്ള വഴി അഗാധഗർത്തമാണ്. നാശത്തിലേക്കുള്ള വഴിയുടെ അവസാനം അഗാധഗർത്തമാണ്. ചെന്ന് വീഴുന്നത് അഗാധഗർത്തത്തിലായിരിക്കാം. അവിടെ വീണതിന് ശേഷം പിന്നെ മേലോട്ട് നോക്കി നിലവിളിക്കും, രക്ഷിക്കണമേ. അവിടെ വീണതിന് ശേഷം അവിടെ കിടന്നൊരു നിലവിളിയുണ്ട്. എന്താണെന്നറിയാമോ? നരകവാസം ഇങ്ങനെയോ ഞാനതറിഞ്ഞില്ലേ. ഒരു കാര്യം പറഞ്ഞു, ദൈവമൊരുക്കിയ പാതാളനരകം ഇത്ര ഭയങ്കരമോ, അയ്യോ ഞാനതറിഞ്ഞില്ലേ. സ്തോത്രം. സുവിശേഷ ഘോഷണം നാടെങ്ങും കേട്ടപ്പോൾ വയറ്റുപിഴപ്പെന്നു കരുതി. ഞാനും പണ്ട് അങ്ങനെയാ കരുതി. സുവിശേഷ ഘോഷണം നാടെങ്ങും കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ വയറ്റുപിഴപ്പിന്റെ മാർഗമാണ്. പുഴുകടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇതിനൊരു മോചനമില്ലേ. കണ്ടോ, ഇപ്പൊ പുഴു കടിക്കുന്നു, ദേഹം പൊള്ളുന്നു, ഇതിനൊരു മോചനമില്ലേ. പ്രിയപ്പെട്ടവരെ, രണ്ട് മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് ജീവന്റെതാണ്, ഒന്ന് മരണത്തിൻ്റെതാണ്. ജീവന്റെ മാർഗം ആരാണോ തിരഞ്ഞെടുക്കുന്നത് അവൻ പറുദീസയിലേക്ക് പോകും. അവിടെ എങ്ങനെ? കണ്ണുനീരിൽ അവിടെ വിലാപങ്ങളും ഇല്ലെന്ന്, കണ്ണുനീരിൽ അവിടെ വിലാപങ്ങളും ഇല്ലെന്ന്, നിത്യായുഗമുള്ള സന്തോഷനാടിനായി ഉള്ളം വാഞ്ചിക്കുന്നേ, സ്തുതിച്ചിടുന്നേ. ഒരു കാര്യം പറഞ്ഞേ, പ്രിയപ്പെട്ടവരെ, കണ്ണുനീരില്ലാത്ത, വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ദീനരോധനങ്ങളില്ലാത്ത, കരച്ചിലില്ലാത്ത, പല്ലുകടിയില്ലാത്ത ഒരു മനോഹരമായ ശാന്ത തുറമുഖം നമ്മെ കാത്തിരിക്കുകയാണ്. ആ ശാന്ത തുറമുഖത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങൾ. ആ യാത്ര വിശാലമേറിയതല്ല. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കോ, ആരിതു കടന്നിടുമോ. കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ആയിരല്ലോ മോക്ഷവഴി. കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഇതല്ലോ മോക്ഷവഴി. പണ്ടെനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. പാപമാർഗത്തിൽ ജീവിച്ചപ്പോൾ, അശുദ്ധിയിൽ ജീവിച്ചപ്പോൾ, തിന്മയിൽ ജീവിച്ചപ്പോൾ, പാപത്തിൽ ജീവിച്ചപ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷേ ആ പാപമാർഗം വിട്ട് യേശുവിലേക്ക് വന്നപ്പോൾ മദ്യം, പുകവലി, മയക്കുമരുന്ന്, ശബ്ദം, പാമ്പരാഗ്, വ്യഭിചാരം, സകല പാപ പ്രവൃത്തികളും വിട്ട ഒരു മനുഷ്യൻ വിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ അവന് കൂട്ടുകാരുടെ എണ്ണം കുറയും. ലോകബന്ധങ്ങളിൽ പലരും അപ്രത്യക്ഷമാകും. അവനെ സഹായിച്ചിരുന്ന പലരും അവനുള്ള സഹായങ്ങൾ നിർത്തലാക്കും. അവനെ സ്നേഹിച്ചിരുന്ന പലരും അവനെ വെറുക്കും. അവനെ അടച്ചിരുന്ന പലരും അവനെ അകറ്റുവാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, ലോകത്ത് ആര് നിന്നെ കൈവിട്ടാലും, ആര് നിന്നെ അണച്ചില്ലെങ്കിലും, ആര് നിന്നെ സഹായിച്ചില്ലെങ്കിലും, ആര് നിന്നെ കൈവിട്ടാലും, നിന്നെ കൈവിടാത്ത ഒരുവൻ സ്വർഗത്തിലുണ്ടോ. ഇന്ന് പകൽക്കാലം അവന്റെ മഹത്വം ഇവിടെയുണ്ട്. ആര് നിന്നെ കൈവിട്ടാലും, ആര് നിന്നെ അണച്ചില്ലെങ്കിലും, ആര് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ആര് നിന്നെ പരിപാലിച്ചില്ലെങ്കിലും, നിന്നെ പരിപാലിക്കുന്ന ഒരുവനുണ്ട്. രഹസ്യവാദനം. കർത്താവ് കൈവിടില്ല, കർത്താവ് നിന്നെ തള്ളത്തില്ല, കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല, കർത്താവ് നിന്നെ മറന്നു കളയത്തില്ല. അവൻ നിന്നെ മാറോടണയ്ക്കും. നിന്റെ ആവശ്യങ്ങൾക്ക് അവൻ മതിയായവൻ തന്നെ. നിന്റെ ഭാരങ്ങൾ അറിയുന്നവൻ, നിന്റെ വേദനകൾ അറിയുന്നവൻ. 1997 ഞാൻ രക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ എന്റെ ദൈവമായി സ്വീകരിച്ച ഒരു ബൈബിൾ വാങ്ങി ആരാധന കൂട്ടായ്മയിൽ കടന്നുപോയി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ പല കൂട്ടുകാരും എന്നിൽ നിന്ന് അകന്നുപോയി. പല കൂട്ടുകാരും എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. പലരും എന്നെ വെറുക്കാൻ തുടങ്ങി. പലരും എന്നെ ഉപേക്ഷിക്കാൻ തുടങ്ങി. പലരും എന്നെ തള്ളിക്കളയാൻ തുടങ്ങി.
പക്ഷേ ആരും കൈവിട്ടിട്ട് സർവശക്തനായ ദൈവം എന്നെ കൈവിട്ടതേ ഇല്ല. ആരും മറന്നിട്ടു യേശു മറന്നില്ല. ആരും തള്ളിക്കളഞ്ഞിട്ടു യേശു തള്ളിക്കളഞ്ഞില്ല. ആരും കൈവിട്ടിട്ടു യേശു കൈവിട്ടില്ല. കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആരാധിക്കുന്നത്. കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകലിൽ ഞങ്ങൾ സേവിക്കുന്നത്. മറക്കുന്ന ഒരുവനെ അല്ല, മറക്കാത്ത ഒരുവനെ, തള്ളിക്കളയുന്ന ഒരുവനെ അല്ല, തള്ളിക്കളയാത്ത ഒരുവനെ, വെറുക്കുന്നവനെ അല്ല, സ്നേഹിക്കുന്നവനെ. സ്നേഹിക്കുന്നവന് ആരും സ്നേഹിപ്പാനില്ലയോ, ആരും അണയ്ക്കാനില്ലയോ, ആരും നിന്നെ കരുതാനില്ലയോ? ഒരുവനുണ്ട്, സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, കരുതുന്ന ഒരുവനുണ്ട്. ആമേ, ആരോടടച്ച് പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആമേ, അവൻ ക്രൂശിൽ എന്തിനാ രക്തം ചൊരിഞ്ഞതെന്ന് നിനക്കറിയാമോ? നിന്നോടുള്ള സ്നേഹം നിമിത്തമാണ്, സ്നേഹമാണ്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഭക്തന്മാര് യേശുവിനെ നോക്കി ഇങ്ങനെ പാടിയത്, നീ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തോട് ഭക്തൻ പാടുക, നീ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിയിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അവന്റെ സ്നേഹത്തിന്റെ വലിപ്പം പ്രിയപ്പെട്ടവരെ ഭയങ്കരമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിനോ അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. എല്ലാവരെയും ദൈവം സ്നേഹിക്കുക, എല്ലാവരെയും ദൈവം സ്നേഹിക്കുക. രക്ഷിക്കപ്പെട്ടവരെയും രക്ഷിക്കപ്പെടാത്തവരെയും ദൈവം സ്നേഹിക്കുന്നു. ആമേ, ആരാധനാലയത്തിനകത്തുള്ളവരെയും പുറത്തുള്ളവരെയും ദൈവം സ്നേഹിക്കുന്നു. ആമേ, വിശ്വസിച്ചവരെയും വിശ്വസിക്കാത്തവരെയും ദൈവം സ്നേഹിക്കുന്നു. ആമേ, ദൈവമക്കളെയും ലോകമക്കളെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. കാരണം എന്തെന്നറിയാമോ? എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ജാതി സൃഷ്ടിച്ചിട്ടില്ല, ദൈവം മതം സൃഷ്ടിച്ചിട്ടില്ല, ദൈവം സംഘടന സൃഷ്ടിച്ചിട്ടില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ജാതിയും മതവും സൃഷ്ടിച്ചു. മനുഷ്യന്റെ സൃഷ്ടിയായ ജാതി മത ചിന്തകൾ തകർന്നു പോകും. പക്ഷെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ നിലനിൽക്കും. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ നിലനിൽക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സ്നേഹിക്കുന്നവനും വെറുക്കുന്നവനുമായ മനുഷ്യൻ ഒരപ്പന്റെ മക്കളാ. കൊല്ലുന്നവനും മരിക്കുന്നവനും ഒരപ്പന്റെ മക്കളാ. രണ്ട് സംഘടനയിലുള്ളവനും ഒരപ്പന്റെ മക്കളാ. രണ്ട് മതത്തിലുള്ളവനും ഒരപ്പന്റെ മക്കളാ. പല ജാതിയിലുള്ളവരും ഒരപ്പന്റെ മക്കളാ. പല മതത്തിലുള്ളവരും ഒരപ്പന്റെ മക്കളാ. ഇന്ന് കേൾക്കണം കേട്ടോ, ഒരുവനത്രേ നമ്മുടെ പിതാവ്, അത് സ്വർഗസ്ഥൻ തന്നെ. ദൈവത്തിന്റെ മുന്നിൽ ജാതികളില്ല, ദൈവത്തിന്റെ മുന്നിൽ മതങ്ങളില്ല, ദൈവത്തിന്റെ മുന്നിൽ സംഘടനകളില്ല, ദൈവത്തിന്റെ മുന്നിൽ ഡിനോമിനേഷൻ ഇല്ല. സകലതും സകലരെയും അവൻ ഒരുപോലെ സ്നേഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ ഏറ്റവും വെറുത്തിരുന്നവനാണ് ഞാൻ. യേശു ക്രിസ്തുവിന്റെ മാർഗത്തെ ആക്ഷേപിച്ചവനാണ് ഞാൻ. ബൈബിൾ കൊണ്ട് നടക്കുന്നവരെ കണ്ട് കളിയാക്കിയവനാണ് ഞാൻ, പരിഹസിച്ചവനാണ് ഞാൻ, സുവിശേഷം പറയുന്നവരെ ആക്ഷേപിച്ചവനാണ് ഞാൻ. എന്നാൽ അങ്ങനെയുള്ള എന്നെ കർത്താവ് സ്നേഹിച്ചു. കർത്താവ് സ്നേഹിച്ചു. എന്റെ പാപത്തെ ഓർത്താൽ എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ കർത്താവ് എന്നെ സ്നേഹിച്ചു. കർത്താവ് എന്നെ സ്നേഹിച്ചു. എന്റെ പാപക്കഥകളെല്ലാം അവൻ പൂർണ്ണമായും കഴുകിക്കളഞ്ഞു. ഹല്ലേലൂയ. പാപത്തെ
സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ഒന്ന് ചിന്തിച്ചേ. ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട രക്തം, ആ രക്തത്തിലേക്ക് ഒന്ന് നോക്കിയേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൽ പൈതലായി ജീവിക്കോ ഞാനിനി. കർത്താവിന്റെ കൈകാലുകളിൽ, പരിശുദ്ധ കൈകാലുകളിൽ കാര്യം മാറി കുരിശോട് ചേർത്ത് ആഴത്തിൽ തറച്ചിറക്കുമ്പോൾ കർത്താവ് വേദന കൊണ്ട് പുളയുകയാണ്. മുള്ളുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കിരീടം കർത്താവിന്റെ ശിരസിൽ തറയ്ക്കുമ്പോൾ ശിരസിലൂടെ രക്തം വാർന്നൊഴുകുകയാണ്. മുള്ളുകൾ തലയോട്ടിയ തകർത്തുകൊണ്ട് തലച്ചോറിലേക്ക് ആ മുള്ളുകൾ ഇറങ്ങുമ്പോൾ തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയാണ്. വേദനയെടുത്ത് പിടയ്ക്കുന്ന കർത്താവ് നിലവിളിച്ചില്ല, ഒച്ചയുണ്ടാക്കിയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കെട്ടിച്ചില്ല. ശാന്തമായി എല്ലാം സഹിച്ചു. അവൻ കുരിശിൽ കിടന്ന് പിടയ്ക്കുന്ന ആ കർത്താവിലേക്ക് ഒന്ന് നോക്കിയാൽ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ഒന്ന് ചിന്തിച്ചേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൽ പൈതലായി ജീവിക്കോ ഞാനിനി. കണ്ടോ, ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം, ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലം കർത്താവ് കുരിശിൽ അനുഭവിക്കുകയാണ്. അവൻ എന്റെ കൈകാലുകളിൽ തറക്കപ്പെടേണ്ട കാര്യം പാടി കർത്താവിന്റെ കൈകാലുകളിൽ തറയ്ക്കുകയാണ്. എന്റെ തലയിൽ തറയ്ക്കേണ്ട മുൾക്കിരീടം യേശുവിന്റെ തലയിൽ തറയ്ക്കുകയാണ്. എന്റെ വിലാപ്പുറത്ത് കുത്തേണ്ട കുന്തം കൊണ്ടുള്ള കുത്ത് യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തുകയാണ്. ഞാൻ ഏൽക്കേണ്ട പീഡകൾ യേശു കർത്താവ് ഏൽക്കുകയാണ്. ഞാൻ ചുമക്കേണ്ട കുരിശ് യേശു ചുമക്കുകയാണ്. എനിക്ക് പകരക്കാരനായി അവനെല്ലാം സഹിക്കുകയാണ്. ആ രക്തത്തിലൂടെ അവൻ എന്റെ പാപങ്ങളെ കഴുകി. ആ രക്തത്താൽ അവൻ എന്റെ ശാപങ്ങളെ കഴുകി. ആ രക്തത്താൽ അവൻ എന്റെ പാപങ്ങളെ കഴുകി. ആ രക്തത്താൽ അവൻ എന്റെ ശാപങ്ങളെ കഴുകി. എന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റി. കൈയടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ട് അവൻ എന്നെ വിശുദ്ധനാക്കി മാറ്റി. അവൻ എന്നെ വിശുദ്ധനാക്കി മാറ്റി. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൽ പൈതലായി ജീവിക്കൂ ഞാനിനി. കണ്ടോ, എനിക്കിനി പാപം വേണ്ട, എനിക്കിനി പാപ ജീവിതം വേണ്ട. സഹോദരങ്ങളെ, ഇനി മദ്യം വേണ്ട, ഇനി മയക്കുമരുന്ന് വേണ്ട, ഇനി പുകയില വേണ്ട, ഇനി വ്യഭിചാരം വേണ്ട, ഇനി ദുർമോഹം വേണ്ട, ഇനി പാപ ജീവിതം വേണ്ട, ഇനി അരുതാത്ത വഴികൾ വേണ്ട, ഇനി പാപമോഹങ്ങൾ വേണ്ട. എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി. പാപത്തിന്റെ മാർഗം സന്തോഷമാണ്, പാപത്തിന്റെ മാർഗം സുഖമാണ്, പാപത്തിന്റെ മാർഗം ഉല്ലാസമാണ്. പക്ഷേ പാപമാർഗത്തിന്റെ അവസാനം അഗാധ ഗർത്തമാണ്, നരകമാണ്, പാതാളമാണ്. അവിടെ ചാകാത്ത പുഴുവാണ്, അവിടെ കെടാത്ത തീയാണ്. അതിനകത്ത് വീട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്കുള്ള മാർഗം ജീവന്റേതാണ്, ജീവന്റേതാണ്. ഈ വഴി വളരെ ഇടുക്കം അറിതു കടന്നിടുമോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഇതല്ലോ മോക്ഷ വഴി. കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, പക്ഷേ ഇതല്ലോ മോക്ഷവഴി. ഇത് മോക്ഷവഴിയാ, ഇത് ജീവന്റെ വഴിയാ, ഇത് ദൈവത്തിങ്കിലേക്കുള്ള വഴിയാ, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാ.
ഇത് വെളിച്ചത്തിലേക്കുള്ള വഴിയാണ്. ഈ വഴി വളരെ ഇടുക്കം ആരിതും കാണുന്നിടുമോ. അമ്മേ, പണിയുണ്ട്, രുചിയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് സഹിക്കാൻ തയ്യാറാണോ? പഴിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. നീ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നത് കൊണ്ട് ആക്ഷേപിക്കുന്നവരുണ്ട്. നീ ആരാധനയ്ക്ക് വരുന്നത് കൊണ്ട് നിന്നെ കളിയാക്കുന്നവരുണ്ട്. അവൻ പഴി, ദുഷി, നിന്ദ, ഇതിന്റെ നടുവിലും ആരാധിക്കാൻ നീ തയ്യാറാണോ? നിന്റെ മാറോടച്ച് ആശീർവദിക്കുന്ന ഒരു തമ്പുരാൻ ഇന്ന് മഴക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിന്നെ തള്ളിക്കളയത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ നിന്നെ തൊടാൻ പോവുക, അവൻ നിന്നെ വിടിയിക്കാൻ പോവുക, അവൻ നിന്നെ സൗഖ്യമാക്കാൻ പോവുക. കെട്ടുകളും പൊട്ടിക്കുന്നവർ, കോട്ടകളെ ഇടിക്കുന്നവർ, അന്യായ ബന്ധനങ്ങളെ തകർക്കുന്നവർ ഇന്ന് പകലിൽ ആ വിടുതൽ പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ട് വഴി, ഒന്ന് തർശീശിലേക്കുള്ളത്, ഒന്ന് നിനവയിലേക്കുള്ളത്. യോനാ പ്രവാചകൻ തർശീശിലേക്കുള്ള കപ്പലിൽ കയറി ചെന്നിട്ട് അടിത്തട്ടിൽ കിടന്ന് സുഖമായിട്ട് ഊർക്കമ്പടി ചുറക്കാൻ തുടങ്ങി. ഊർക്കമ്പടി ചുറങ്ങാൻ തുടങ്ങി. വേദപുസ്തകം പറയുന്നു, ഒരു ഭയങ്കര പെരുങ്കാറ്റ് ആ കടലിൽ അടിക്കാൻ തുടങ്ങി. യോന ചിന്തിച്ചു, സുഖമായിട്ട് ഉറങ്ങാമെന്ന്. യോനാ, നിനക്ക് ഉറക്കാൻ പറ്റത്തില്ല, യോന. കാറ്റ് വരാൻ പോകുക, ഉറങ്ങാൻ പറ്റത്തില്ല യോന. കപ്പലിൽ കാറ്റ് വരാൻ പോകുക, നീ യാത്ര ചെയ്യുന്ന കപ്പലിൽ കാറ്റടിക്കാൻ പോവുക. പാപത്തിന്റെ മാർഗത്തിൽ യാത്ര ചെയ്ത യോന, കൽപ്പന ലംഘിച്ച യോന, ദൈവ കൽപ്പനക്കെതിരായി യാത്ര ചെയ്ത യോന, കപ്പലിൽ അടിത്തട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു പെരുങ്കാറ്റ് കപ്പലാടി ഉലകാൻ തുടങ്ങി. കപ്പലിലുള്ളവർ അവയെ നിലവിളിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവർ ചിന്തിച്ചു, എങ്ങനെയായി അനർത്ഥം വന്നേ, എങ്ങനെയായി പ്രതികൂലം വന്നേ. അവർ കപ്പലിന്റെ ഭാരം കുറയ്ക്കേണ്ടതിന് പലതും വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു. കപ്പൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവർ അവരുടേതായ ദൈവങ്ങളെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ദാഗോനെ ആരാധിച്ചിരുന്നവർ ദാഗോനെ വിളിച്ചപേക്ഷിച്ചു. അസ്തരോത്തിനെ ആരാധിച്ചിരുന്നവർ അസ്തരോത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ബാലിനെ ആരാധിച്ചിരുന്നവർ ബാലിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ദാഗോനെ ആരാധിച്ചിരുന്നവർ ദാഗോനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അസ്തരോത്തിനെ ആരാധിച്ചിരുന്നവർ അസ്തരോത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ യഹോവയെ ആരാധിച്ചിരുന്നവർ കൂർക്കം വലിച്ചുറങ്ങുന്നു. ഒരു വലിയ ദാഗോനെ ആരാധിച്ചിരുന്നവർ ദാഗോനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അസ്തരോത്തിനെ ആരാധിച്ചിരുന്നവർ അസ്തരോത്തിനെ വിളിച്ച് ആരാധിച്ചു. ബാലിനെ ആരാധിച്ചിരുന്നവർ ബാലിനെ വിളിച്ച് ആരാധിച്ചു. യഹോവയെ ആരാധിച്ചിരുന്നവർ കൂർക്കം വലിച്ചുറങ്ങുന്നു. ഇന്നും അങ്ങനെയല്ലേ? ആരാധിക്കുന്ന ദൈവജനത്തിന് ഉറക്കം കാണുന്നില്ല. ആരാധിക്കുന്ന ദൈവജനത്തിന് കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ കൈകെട്ടി കിടക്കാം. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ കൈകെട്ടി കിടക്കാം. ഇന്ന് മുതൽ കേട്ടോ, കാറ്റ് വരുന്നതിന് മുൻപേ പ്രാർത്ഥന ഉയരട്ടെ. കാറ്റ് വരുന്നതിന് മുൻപേ പ്രാർത്ഥന ഉയരട്ടെ. ദേവാലി വരുന്നതിന് മുൻപേ പ്രാർത്ഥനകൾ ഉയരട്ടെ. ഇന്ന് പകൽക്കാലം ചില പ്രാർത്ഥന കുറവുകൾ മാറാൻ പോവുകയാ. കൈയടിച്ചെന്ന് പ്രാപിച്ച് ചില പ്രാർത്ഥന കുറവുകൾ മാറാൻ പോവുകയാ. പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങൾ മാറാൻ പോവുകയാ. ആരാധനയുടെ മുന്നിലെ തടസ്സങ്ങൾ ഇന്ന് പകൽക്കാലം മാറാൻ പോവുകയാ. പ്രാർത്ഥനയ്ക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ ഇന്ന് പകൽക്കാലം മാറാൻ പോവുകയാ. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിഗുണം, കുറെ കൂടെ കൈയ്യത്ത് കിടക്കാം. അത് മാറട്ടെ, ഉത്സാഹം വരട്ടെ, ഉണർവ് വരട്ടെ. പ്രാർത്ഥന വീരന്മാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കട്ടെ. അവിടങ്ങളിൽ പ്രാർത്ഥനകൾ വീരട്ട, ദേശങ്ങളിൽ പ്രാർത്ഥനകൾ വീരട്ട, പട്ടണങ്ങളിൽ പ്രാർത്ഥനകൾ വീരട്ട. വലിയൊരു ദേശം പ്രാർത്ഥനയുടെ ദേശമായി മാറട്ടെ. വലിയൊരു ദേശം പ്രാർത്ഥനയുടെ ദേശമായി മാറട്ടെ. പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ ദൈവശക്തിയുണ്ടോ? പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എവിടെ ഉണ്ടോ അവിടെ ദൈവശക്തിയുണ്ട്. പ്രാർത്ഥന തന്നെ ശക്തി.
റൈനാർഡ് മോംഗെ എന്ന് പറയുന്ന ദൈവദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥനയില്ലാത്ത ശുശ്രൂഷ വെടിയുണ്ടയില്ലാത്ത പീരങ്കി പോലെയാണ്. പ്രാർത്ഥനയില്ലാത്ത ശുശ്രൂഷ വെടിയുണ്ടയില്ലാത്ത പീരങ്കി പോലെയാണ്. കൊണ്ട് അവയെ പോർക്കളത്തിൽ വെക്കാം, കണ്ടാൽ പീരങ്കി അവയെ, പക്ഷെ പ്രയോജനമില്ല. കാരണം അതിനകത്ത് വെടിയുണ്ടയില്ല. അവയെ പ്രാർത്ഥനയില്ലാത്ത ജീവിതമാണോ? പ്രാർത്ഥനയില്ലാത്ത കുടുംബമാണോ? പ്രാർത്ഥനയില്ലാത്ത ദേശമാണോ? പ്രാർത്ഥനയില്ലാത്ത പട്ടണമാണോ? പ്രാർത്ഥനയില്ലാത്ത നാടാണോ? ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടാൻ പോവുകയാ. കൈയടിച്ച അവന്ന് പ്രാപിച്ചല്ലോ. പ്രാർത്ഥന 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 പ്രാർത്ഥന, ഒരു പ്രാർത്ഥനയുടെ ഫല, ഒരു പ്രാർത്ഥനയുടെ ആരോഗ്യം, ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം. പ്രിയമുള്ളവരെ, പ്രാർത്ഥന സ്തോത്രം എവിടെ ഉണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് പലകാലം ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, പ്രാർത്ഥിക്കുന്നവന്റെ ചരിത്രം മാറും. ഒരു കാര്യം പ്രാർത്ഥിക്കുന്നവന്റെ ചരിത്രം മാറും. മറ്റുള്ളവർ പറയും ഇതെങ്ങനെ മാറി? പ്രാർത്ഥനയാൽ മാറി. പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സാരമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയ സംഭവം. ഒരിക്കൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രക്തദാഹം പിടിച്ച മേരി എന്നറിയപ്പെട്ടിരുന്ന ഒരു രാജ്ഞി, ഭയങ്കര ധൈര്യശാലിയാണ്. ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ഒരു രാജ്ഞി. ഏത് രാജ്യം യുദ്ധത്തിന് വരുന്നെന്ന് പറഞ്ഞാലും അവൾ ചങ്കുറപ്പുറന്നു. അവൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ശത്രു സൈന്യം കടന്നു വന്നാൽ എനിക്ക് പേടിയില്ല. ശത്രു സൈന്യത്തിന്റെ ആയുധ സന്നാഹങ്ങളെ എനിക്ക് പേടിയില്ല. അവൻ ശത്രു രാജ്യങ്ങളെ എനിക്ക് പേടിയില്ല. പക്ഷേ ജോഗ്നോസർ എന്ന് പറയുന്ന അഭിഷിക്തൻ മുട്ടിന്മേൽ നിന്നാൽ എനിക്ക് ഭയങ്കര പേടിയാ. എന്റെ ശരീരം മൊത്തം കത്തുന്നത് പോലെ നീറുകയാ. സൈന്യങ്ങളെ പേടിക്കാത്തവൾ, രാജ്യങ്ങളെ പേടിക്കാത്തവൾ, ആയുധ സന്നാഹങ്ങളെ പേടിക്കാത്തവൾ, പട്ടാളത്തെ പേടിക്കാത്തവൾ ഒരു പ്രാർത്ഥനയെ പേടിക്കുകയാണ്. ആമേൻ. അവൾ പറയുകയാണ്, ജോഗ്നോസർ മുട്ടിന്മേൽ നിന്ന് എന്റെ ശരീരം തീ കത്തുന്നത് പോലെ നീറും. പേടിയാ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവൻ ദേശങ്ങളെ ഇളക്കി മറിക്കും. പ്രാർത്ഥിക്കുന്നവൻ പട്ടണം പിടിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ ചെങ്കടല് പിന്മാറും. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ എരിയോ തകരും. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ യോർദാൻ വറ്റിപ്പോകും. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ മാറാ മധുരമായി മാറും. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ മഞ്ഞാ പൊഴിയും. ആ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ കത്തുകയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ മഞ്ഞാ പൊഴിയും. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ മഞ്ഞാ പൊഴിയും. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ മഞ്ഞാ പൊഴിയും. ഒന്ന് കൈയടിച്ചൊന്ന് പ്രാപിച്ചട്ടെ. അതിന്റെ മുന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ മഞ്ഞാപ്പൊഴി. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ മരുഭൂമി മലർവാടിയായി മാറും. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ മരുഭൂമിയിൽ ജലധാര പുറപ്പെട്ടു വരും. നിങ്ങൾക്കറിയാമോ, ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേട്ടോണ്ടിരിക്കുക. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഭയങ്കരമായി മൂർച്ഛന്റെ അവസ്ഥയിലായിക്കൊണ്ടിരിക്കുക. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. റഷ്യ യുക്രൈൻ യുദ്ധം അതിങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക. കൊന്ന കുറയുന്നില്ല, എല്ലാം കൂടിക്കൊണ്ടിരിക്കുക. ലോക രാജ്യങ്ങൾ സമാധാനത്തിന് വേണ്ടി വാഞ്ചിക്കുകയാണ്. ഒരു ഭാഗത്ത് യുദ്ധങ്ങൾ പൊട്ടി പുറപ്പെടുമ്പോൾ മറുഭാഗത്ത് സമാധാന കരാറുകളിൽ ഒപ്പുവയ്ക്കുക. യുദ്ധങ്ങൾ അവസാനിക്കുമോ? യുദ്ധങ്ങൾ അവസാനിക്കത്തില്ല. യുദ്ധങ്ങൾ തീരുമോ? യുദ്ധങ്ങൾ തീരും. അതിനൊരു സമയമുണ്ട്. അതിനൊരു സമയമുണ്ട്. അന്നല്ലാതെ യുദ്ധം തീരൂല.
ഞാൻ ഭൂമിയുടെ ആറുതി മുതൽ ആറുതി വരെ യുദ്ധങ്ങൾ നൃത്തം ചെയ്യും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയുടെ ആറുതി മുതൽ ആറുതി വരെ യുദ്ധങ്ങൾ നൃത്തം ചെയ്യുന്ന ഒരു സമയം. ആമേൻ. അത് മണവാട്ടിയാവുന്ന സഭയുടെ കാലഘട്ടം. അത് മധ്യാകാശത്തിൽ പ്രിയന്റെ കൂടെ മണവാട്ടി വാഴുന്ന, അതിനുശേഷം ഭൂമിയിൽ 1000 ആണ്ട് ഇറങ്ങി വന്ന് ഭരണം നടത്തുന്ന ഒരു കാലഘട്ടം. 1000 ആണ്ട് മണവാളനാകുന്ന ക്രിസ്തുവിന്റെ കൂടെ മണവാട്ടിയാകുന്ന ദൈവസഭ. ആമേൻ. ഈ ലോകം ഭരിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് യുദ്ധങ്ങൾ നൃത്തം ചെയ്യും. നോക്കേ, ഇന്ന് യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുക. ആമേ. ഈ ലോകത്തൊരിടത്ത് സമാധാനമില്ല. ആമേ. പലവിധമായ ബോംബുകൾ മനുഷ്യൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉത്തര കൊറിയയിലെ ഏകാധിപതി ആമേ മാരകമേറിയ മിസൈലുകൾ ഉണ്ടാക്കി ആമേ റഷ്യക്ക് കൈമാറിക്കൊണ്ടിരിക്കുക. ആമേ റഷ്യ അത് യുക്രൈനിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള വാർത്ത ഞാൻ കേട്ടതാണ്. റഷ്യയിൽ നിന്ന് യുക്രൈനിൽ വന്നു വീണ ഒരു മിസൈലിന്റെ അവശിഷ്ടം പരിശോധിച്ചപ്പോൾ അതിൽ ഉത്തര കൊറിയയുടെ അക്ഷരങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഉത്തര കൊറിയയിൽ വ്യാവസായികമായി ഉണ്ടാക്കുന്നതായ ചില മാരകമായ മിസൈലുകൾ റഷ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് റഷ്യയും ആമേ യുക്രൈനും യുദ്ധം ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേലും പാലസ്തീനും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേ. ഒരു കാലഘട്ടത്തിൽ ഹൂതികളും ആമേ സൗദിയും യുദ്ധം ചെയ്തു. ലക്ഷങ്ങൾ മരണപ്പെടുവാനിടയായി. യുദ്ധശ്രുതികൾ ലോകത്ത് ആമേ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിനകത്ത് എവിടെയെങ്കിലും സമാധാനം കിട്ടുമോ? ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു സമാധാനം കിട്ടുമോ? ഇതിനകത്ത് സമാധാനം നൽകുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ വചനം. ഇതാണ് സമാധാനം. ഇതിനകത്തുണ്ട് സമാധാനം. ദൈവത്തിന്റെ വചനത്തിനകത്ത്, ദൈവത്തിന്റെ വചനത്തിനകത്ത് അടിയുറച്ചിരിക്കുന്നവന് സമാധാനമുണ്ട്. ലോകത്തിൽ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. ലോകത്തിൽ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. ലോകത്തിലെ ഏത് പുസ്തകം തുറന്നാലും അറിയാൻ കഴിയില്ല. പക്ഷെ ബൈബിൾ തുറന്നാൽ അറിയാൻ കഴിയും ലോകത്തിൽ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന്. ബൈബിൾ തുറന്നാൽ അറിയാൻ കഴിയും. ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുക. ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുക ലോകത്തിൽ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന്. ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുക ലോകത്തിൽ നാളെ ആരാ ഭരിക്കാൻ പോകുന്നതെന്ന്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക ലോകത്തിന്റെ അടുത്ത ഭരണാധികാരി ആരാണെന്ന്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന്. അല്ലോ, ലോകം തകർന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ? ചൂട് കൂടുകയാണ്. ചൂട് കൂടുകയാണ്. ഭയങ്കര ചൂടാണ്. അമ്മേ, അസഹ്യമായ ചൂട്. ഇത് ഇനിയും കൂടുമെന്ന ശാസ്ത്രജ്ഞന്മാർ പറയുക. ഇത് പിന്നെയും കൂടുമെന്ന് ശാസ്ത്രത്തോട് ചോദിച്ചു. അല്ലയോ ശാസ്ത്രജ്ഞന്മാരെ, ഈ ചൂട് കൂടി 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 അവസാനം എന്താകും? ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് അവസാനം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ മനുഷ്യവാസം ഉണ്ടാകത്തില്ല. ശാസ്ത്രജ്ഞന്മാർ പറയാം. അപ്പൊ ചോദിച്ചു, എന്താ ശാസ്ത്രജ്ഞന്മാരെ കാരണം? അവർ പറയുകയാണ്, ഈ ഭൂമി മുഴുവൻ തീ കൊണ്ട് കത്താൻ പോവുകയാണ്. അന്ന് തുടക്കമായി ചൂട്. ഭൂമി മുഴുവൻ തീ കൊണ്ട് കത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ബൈബിളിൽ മലാക്കി പ്രവാചകൻ എഴുതി വെച്ചു, ചൂളം പോലെ കത്തുന്ന ഒരു ദിവസം കടന്നു വരും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മലാക്കി പ്രവാചകൻ ബൈബിളിൽ എഴുതി വെച്ചു, ചൂളം പോലെ കത്തുന്ന ഒരു ദിവസം വരും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ദൂത് കേട്ടവർ ചിരിച്ചു. ഈ ദൂത് കേട്ടവർ പ്രവാചകനെ പരിഹസിച്ചു. ഈ ദൂത് കേട്ടവർ പൊട്ടിച്ചിരിച്ചു. ചൂള പോലെ കത്തുമെന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുക, അത് സംഭവിക്കാൻ പോകുന്നു. അത് സംഭവിക്കാൻ പോകുന്നു. ചൂള പോലെ കത്താൻ പോവുകയാ. ചൂള പോലെ കത്താൻ പോവുകയാ. സൂര്യൻ കരിമ്പടം പോലെ കറക്കാൻ പോവുകയാ. സൂര്യൻ കരിമ്പടം പോലെ കറക്കാൻ പോവുകയാ. ചന്ദ്രൻ രക്തനിറമാകാൻ പോവുകയാ.
ഉലകത്തിൽ സംഭവിക്കാൻ പോകുന്നതാ, പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്നതാ. സൂര്യൻ കരിമ്പടം പോലെ കറക്കും. ആമേൻ. പുസ്തകം ചുരുട്ടുന്നത് പോലെ ആകാശത്തെ ചുരുട്ടിയെറിയുന്നൊരു കാലം വരാൻ പോകുക. ആമേൻ. ശാശ്വതമാണോ ഈ ലോകം? അല്ല. ശാശ്വതമാണോ ഈ ഭൂമി? അല്ല. ശാശ്വതമാണോ ഈ പ്രപഞ്ചം? അല്ല. ആമേൻ. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ശാശ്വതമായ ഒരു സ്ഥലം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓ, അത് ചിന്തിക്കുമ്പോൾ എന്തൊരു ആനന്ദം. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, എന്താ മണവാട്ടിയെ എതിരേൽപ്പ മണിയറ അവൻ മധ്യാകാശത്തിൽ ഇറങ്ങി വരിക. പുത്തദർശന് പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിൽ പ്രവേശിപ്പിക്കാൻ പോവുക. അതിനകത്ത് കണ്ണുനീരില്ല, അതിനകത്ത് ദുഃഖങ്ങളില്ല, അതിനകത്ത് ചൂടില്ല, അതിനകത്ത് ദീനരോധനങ്ങളില്ല, അതിനകത്ത് കരച്ചിലില്ല, അതിനകത്ത് പല്ലുകടിയില്ല, അതിനകത്ത് പ്രതികൂലങ്ങളില്ല, അതിനകത്ത് കടഭാരങ്ങളില്ല, അതിനകത്ത് പ്രശ്നങ്ങളില്ല. മനോഹരമായൊരു തുറമുഖം അവിടെ നമ്മൾ എത്താൻ. എത്ര സന്തോഷമുണ്ട്. ഞാൻ അതിനാ നേരത്തെ പലവട്ടം പാടിയത്. കണ്ണുനീരില്ല വിടരുക വിലാപങ്ങളും ഇല്ലെന്ന്, നിത്യായുഗമുള്ള സന്തോഷനാളിനായി ഉള്ള വാചിക്കുന്നേ, സ്തുതിച്ചിടുന്നേ. അല്ലോ, കണ്ണുനീരില്ല, കണ്ണുനീരില്ല, ദുഃഖങ്ങളില്ല, കണ്ണുനീരില്ല വിടരുക വിലാപങ്ങളും ഇല്ലെന്ന്, നിത്യായുഗമുള്ള സന്തോഷനാളിനായി ഉള്ള വാചിക്കുന്നേ, സ്തുതിച്ചിടുന്നേ. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ അത്രത്തോളം ആരാധിക്കുക. എത്രത്തോളം പാടാൻ കഴിയുമോ അത്രത്തോളം പാടുക. എത്രത്തോളം പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രാർത്ഥിക്കുക. എത്രത്തോളം ബൈബിൾ വായിക്കാൻ കഴിയുമോ അത്രത്തോളം ബൈബിൾ വായിക്കുക. എത്രത്തോളം കർത്താവിനോട് ചേർന്ന് നടക്കാൻ പറ്റുമോ അത്രത്തോളം കർത്താവിനോട് ചേർന്ന് നടക്കുക. യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. യേശുവേ, അല്ലോ, എത്രത്തോളം കർത്താവിനോട് ചേർന്ന് നടക്കാൻ പറ്റുമോ അത്രത്തോളം കർത്താവിനോട് ചേർന്ന് നടക്കുക. എത്രത്തോളം പാപത്തെ വെടിയുവാൻ കഴിയുമോ അത്രത്തോളം പാപത്തെ വെടിയുക. എത്രത്തോളം പാപ ജീവിതം ഉപേക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം പാപ ജീവിതം ഉപേക്ഷിക്കുക. എത്രത്തോളം ലോകമോഹങ്ങൾ ഒഴിഞ്ഞു ഓടാൻ പറ്റുമോ അത്രത്തോളം ഓടുക, അത്രത്തോളം ഓടുക. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തെ പൈതലായി ജീവിക്കോ ഞാനിനി. എന്നോ, ദൈവത്തെ പൈതലായി ജീവിക്കോ ഞാനിനി. അവ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം കടന്നു വരാൻ പോവുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ കത്തിയടിയുമ്പോ നമ്മൾ എവിടെയാ? നമ്മൾ എവിടെയാ? വിശുദ്ധീകരിക്കപ്പെട്ടവർ എവിടെയാ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എവിടെയാ? പറുദീസായിൽ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാ വാഗ്ദാനം, പ്രവാചകന്മാർ മുൻപേ ചൊന്നൊരു രക്ഷാ സന്ദേശോ യേശുനാമമല്ലയോ. കണ്ടോ, രക്ഷാ സന്ദേശം. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ആരാണോ വിശ്വസിക്കുന്നത് അവനെ കർത്താവ് തന്റെ രക്തത്താൽ കഴുകും. അവനെ ഒരു വിശുദ്ധനാക്കി മാറ്റും. അവന്റെ പാപക്കറകളെ കഴുകിക്കളയും. അവനിലെ ശാപങ്ങളെ കഴുകിക്കളയും. അവനെ വിശുദ്ധനാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം വിശുദ്ധനാക്കി മാറ്റി. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. നമ്മെ ചേർത്ത് കൊള്ളുവാൻ അവൻ രണ്ടാമത് വീണ്ടും ലോകത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന യോന, ആമേ, പെരുങ്കാറ്റടിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുക. കാറ്റടിക്കുക, കപ്പലാടി ഉലയുകയാ. കപ്പൽ പ്രമാണി കടന്നു വന്നു, ചീട്ടിട്ടു. ആരുടെ പേർക്ക് ഈ അനർത്ഥം വന്നു? ആര് കാരണമാണിത് വന്നത്? ആര്
വന്നത്? ആര് കാരണമാ ഈ പ്രതികൂലം വന്നത്? ആര് കാരണമാണ് ഈ കഷ്ടത വന്നത്? ആര് കാരണമാണ് ഈ പ്രതിസന്ധി വന്നത്? ആരോ കാരണമായി ഇത് വന്നത്. അവർക്കറിയാം ഇതിനൊരു കാരണക്കാരനുണ്ട്. അവർക്കറിയാം ഇതിനൊരു കാരണക്കാരിയുണ്ട്. അതോ ഇന്ന് മകൾക്കരങ്ങൻ ആത്മാവിൽ പ്രവചിക്കുകയാ. കർത്താവിന്റെ വിളി കേട്ടിട്ട് ഇറങ്ങി പുറപ്പെടാതെ വീട്ടിൽ തൊളിച്ചിരുന്നോ? വീട്ടിൽ പെരുങ്കാറ്റടിക്കും, വീട്ടിൽ അനർത്ഥം പെയ്തിറങ്ങും, വീട്ടിൽ പ്രതികൂല കാറ്റുകൾ അടിക്കും. വിളിക്കേണ്ടവൻ ഇറങ്ങട്ടെ, വിളിക്കപ്പെട്ടവൻ ഇറങ്ങട്ടെ. അവൻ കർത്താവ് വിളിച്ച് നിലവിലേക്ക് പറഞ്ഞയച്ച യോന തർശീശിലേക്കുള്ള കപ്പലിൽ കിടന്നിറങ്ങിയാൽ, യോന നീ കിടക്കുന്ന കപ്പലിൽ പെരുങ്കാറ്റടിക്കും. അവൻ പ്രിയപ്പെട്ടവരെ, ആര് നിമിത്തം ഈ അനർത്ഥം ഞങ്ങൾക്ക് വന്നു? അവർ ചീട്ടി യോനയുടെ പേർക്ക് വീണു. അവർ യോനയുടെ അടുക്കലെത്തി. പറ, എന്താ കാര്യം? പറ, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? പറ, എന്താ കാര്യം? പറ. യോന പറഞ്ഞു, എന്നെ തൂക്കിയെടുത്ത് കടലിലെറി. ഈ കാറ്റടങ്ങാൻ പോകുക. എന്നെ തൂക്കിയെടുത്ത് കടലിലിറങ്ങാം. ഈ കാറ്റടങ്ങാൻ പോകുക. എന്നെ തൂക്കിയെടുത്ത് കടലിലിറങ്ങാം. ഈ പ്രതികൂലം മാറാൻ പോകുക. ഇന്ന് പകൽക്കരങ്ങൾ പറയട്ടെ, ചില അനുസരണ കേടുകളെ കടലിലെറിയാൻ സമയമായി. കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചത് ചില പാപ വഴികളെ കടലിലെറിയാൻ സമയമായി. ഹലോ, ചില അനുസരണ കേടുകളെ കടലിലെറിയാൻ സമയമായി. കൈയടിച്ച് രണ്ട് കരങ്ങളും അടിച്ച് ദൈവത്തെ ആരാധിച്ചത്. ജീവിതത്തിലെ ഏതോ ചില പ്രവൃത്തികളെ കടലിലേക്ക് വലിച്ചെറിയാൻ സമയമാണ്. ഇത് വിശുദ്ധിയുടെ സമയം, ഇത് നേർപ്പാടിന്റെ സമയം, ഇത് ദൈവ പ്രവൃത്തിയുടെ സമയം, ഇത് അഭിഷേകത്തിന്റെ സമയം. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. രണ്ട് കൈകളും അടിച്ച് ദൈവത്തെ ആരാധിച്ചത്. രണ്ട് കരങ്ങളും അടിച്ച് യഹൂദ ഗോത്രത്തിന്റെ സിംഹം ഇന്ന് മകളെ ഇറങ്ങി വന്നിരിക്കുക. ചിലതവൻ ചെയ്യുന്നു. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നു. ദൈവമകളുടെ പിറകില് രണ്ട് കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചത്. അതിശക്തിയോടെ കൈകൾ പതറാ. അത്ഭുതം നടക്കട്ടെ. അഭിഷേകം നടക്കട്ടെ. ഒരു വലിയ വിടുതൽ നടക്കട്ടെ. ഒരു വലിയ വിടുതൽ നടക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. അതിശയം നടക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. അതിശയം നടക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. അതിശയം നടക്കട്ടെ. അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ. അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ. ഇതോടെ ശരീരം പോലെ ഇന്ന് മകൾക്കാണ് ഈ ബന്ധം വെളിപ്പെടട്ടോ. അഭിഷേകം വെളിപ്പെടട്ടോ. ചില തടസ്സങ്ങൾ മാറുന്നു. കുടുംബത്തിന്റെ അകത്തളത്തില് ചില തടസ്സങ്ങൾ മാറുകയോ യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറുന്നു. അവൻ ജീവിതത്തിൽ ചോദിച്ചില്ലേ, കർത്താവേ, എവിടെ എന്റെ അനുഗ്രഹം, എവിടെ എന്റെ നന്മ, എവിടെ എന്റെ ദൈവപ്രവൃത്തി? ഈ നാളുകളിൽ ആ പ്രാർത്ഥനയുടെ മറുപടി വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും രണ്ട് കൈകളെ പഠിച്ചു ആരാധിച്ചേ. അഭിഷേകത്തോടെ ശക്തിയോടെ ഒരു പണക്കുതിര പോലെ
ഒരു തീമഴ പെയ്യുകയാ. സ്വർഗ്ഗത്തിന്റെ മകൾക്കാലം ഇറങ്ങുക. അതിന് താമരയുടെ മകൾക്കാലം വെളിപ്പെട്ട് വരികയാ. അഭിഷേകത്തിന്റെ കൊടിയ കാറ്റ് ഇന്ന് മകളെ പ്രാപിക്കുക. 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 ദൈവശക്തി ഇറങ്ങുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. പ്രാപിക്കുക. ദൈവശക്തി ഇറങ്ങുന്നു. കെട്ടുകൾ പോകണേ. കെട്ടുകൾ പോകണേ. പോകണേ. കെട്ടുകൾ പോകണേ. ഉന്നതമാണ് വിടരുന്നില്ല. അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യമാണ്. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ പോകണേ. കെട്ടുകൾ പോകണേ. പോകണേ. രോഗശക്തികൾ അറിയുന്നു. ചാമചാമരങ്ങൾ പോകണേ. മന്ദമായ മണ്ഡലങ്ങൾ തകരുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. പ്രാപിക്കുക. ഉടമന വരേണ്ട ദിവന വരേണ്ട അപ്പന വരേണ്ട ദിവന വരേണ്ട അപ്പന ഔഗമ ദീപശാപന അക്രമ. ഓ സർവശക്തന്റെ കരമിടുന്നതിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. സർവശക്തന്റെ കരമിടുന്ന മകളിൽ ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൊടിയ കാറ്റ് ഇന്ന് മകളിൽ ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചില വ്യക്തികളെ തേങ്ങ തൊടുന്നു. ചില വ്യക്തികളെ തേങ്ങ തൊടുന്നു. ചില വ്യക്തികളെ തേങ്ങ തൊടുന്നു. അഭിഷേകത്തിന്റെ പ്രതിക്രിയ പറയുന്നു. 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 ഔഷധം ഉദമാണ് കടന്നു. അൽക്കം ദർവന ഹസ്തന ഔദനം അന്തൽ കടന ദീക ചക്രം അക്കത്തെ ഭാവ ഭാവ ചലിക്കട്ടെ. ചലിക്കട്ടെ. പ്രാപിക്കാം. 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 തീവ്രമതായി. 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 അതൽ കേര കേര കാലം അന്തര കടന ദീക ചക്രം അക്കത്തെ നദിക ശൗനവ ദൈവത്തിന്റെ ശക്തിയില്ല. ഇതിനൊക്കെ താടി കടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയില്ല. ഇതിനൊക്കെ താടി കടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയില്ല. ഇതിനൊക്കെ താടി കടരുന്നു. ചില രോഗങ്ങൾ അടിയുന്നു. ചില രോഗങ്ങൾ അടിയുന്നു. ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞമാറുന്നു. ചില രോഗശക്തികൾ അഴിഞ്ഞമാറുന്നു. ചില വീടുകളിലെ അകത്തിൽ നിന്ന് ചില ബന്ധനങ്ങൾ തൊട്ടി മാറുന്നത് ആത്മാവിൽ ജനിച്ചു വെളിപ്പെടുന്നു. ചില വീടുകളുടെ അകത്തളത്തിൽ നിന്ന് ബന്ധനങ്ങൾ തൊട്ടി മാറുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീടുകൾ സംബന്ധിക്കുക. കേരള ശക്തിയാക്കല അക്ഷമതകൾ കേരള ഉടமான ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുന്നു. കരങ്ങളടിച്ചാരാധിക്ക് ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് ചലിക്കുന്ന ദൈവത്തിന്റെ തീ ബോധന കത്തുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ തീ ഇത് പകൽക്കാലം ഇതിനകത്ത് കത്തിക്കുകയാണ്. കുട്ടോളം അല്ല അയാളെ പോരാ നീതിയിട്ടല്ലാതെ കിടപ്പ വകിയാതെ ആ ദൈവത്തിന് ഭയങ്കര മകത്ത് വിഭോധന യേശുവിനെ തൊടുക. കർത്താവെ തൊടുക. വിഭോധന യേശുവിനെ എല്ലാവരും കണ്ണുകളെ അടച്ച് ആരാധിക്കുക. കണ്ണുകളെ അടച്ച് ദൈവത്തെ ആരാധിക്കുക. വിഭോധന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനെ ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ തന്റെ ദുർബലങ്ങൾ അഴിയുന്നു. മന്ത്രവാദ സ്പിരിറ്റുകൾ അഴിയുന്നു. ആഭിചാര കെട്ടുകൾ പൊട്ടുന്നു. വിഭോധന ഹൈജാതിക കോട്ടകൾ തകരപ്പെടുകയാണ്. ഒരു ദൈവത്തിന്റെ അത്യന്തപരമായ ശക്തി ഇത് മകൾക്കാലിൽ വ്യാപരിക്കുന്നു. സകല അന്യാരാധന ബന്ധങ്ങൾ അഴിയപ്പെടുകയാണ്. ഹൈജാതിക കോട്ടകൾ തകരുന്നു. ദൈവത്തിന്റെ ഗ്ലോറി ഇതിന്റെ മുമ്പിലോട്ട് വിടാതെ വേണം. വിചാരിക്കേണ്ട സകല മന്ത്രവാദങ്ങൾ കത്തുന്നു. സകല ആഭിചാരങ്ങൾ കത്തുകയാണ്. സകല ശുദ്രപ്രയോഗങ്ങൾ വിഭവത്തിന്റെ കത്തിമാറുന്നു.
ദൈവത്തിന് തീ കത്തുന്നു, ദൈവത്തിന് തീ കത്തുന്നു. മർക്കോസിന്റെ മാളിക മുറിക്കാത്ത വെളിപ്പെട്ട ഒരു ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തുറന്ന റമാ ജഗേ രഗേ ലതാ റമാ രേ ഷേ രാ ധാ നാ ജഗ ഉദ്രോധമല്ല അറിയണം പോലെ നീതി നല്ലതെ കടമ വൈകിയാകെ വേണം. ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇന്ന് പകലിക്കാരുടെ വ്യാപരിക്കുകയാണ്. റമാന ജഗേ രഗേ രഗേ ലതാ റമാ ജഗേ രഗേ ലതാ റമാ കരങ്ങളിൽ ആരാധിക്ക് ശക്തിയോടെ ശക്തിയോടെ ഇന്ന് പകലിക്കാലം ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി ഇന്ന് പകലിക്കാലം സഹോദര വ്യാപരിക്കുന്നു. റമാ ജഗേ രഗേ ലതാ റമാ ജഗേ എന്റെ ദൈവം ഇവിടെ ഇറങ്ങി നിൽപ്പാണ്ട, സ്വർഗ്ഗം ഇവിടെ ഇറങ്ങി നിൽപ്പാണ്ട്, സ്വർഗ്ഗം ഇവിടെ ഇറങ്ങി നിൽപ്പാണ്ട. അവധികൾ തൊടുകയാണ്. സർപ്പത്തിന്റെ സ്വാധീനങ്ങൾ അഴിയുന്നു, സർപ്പത്തിന്റെ സ്വാധീനങ്ങൾ അഴിയുന്നു. നിങ്ങളുടെ വീട്ടിന്റെ അകത്തേക്ക് ദൂതന്മാർ ഇറങ്ങുകയാണ്, സ്വർഗ്ഗ ദൂതന്മാർ ഇറങ്ങുകയാണ്. നിങ്ങളുടെ വീട്ടിന്റെ അകത്തേക്ക് സ്വർഗ്ഗ ദൂതന്മാർ ഇറങ്ങുകയാണ്, സ്വർഗ്ഗ ദൂതന്മാർ ഇറങ്ങുകയാണ്, ദൂതന്മാർ ഇറങ്ങുകയാണ്. സഹോദരേ ഇന്ന് പകൽക്കാലം മർക്കോസിന്റെ മാളിക മുറിക്കാൻ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ ശക്തി സഹോദരൻ വ്യാപരിക്കുന്നു. മർക്കോസിന്റെ മാളിക മുറിക്കാൻ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ ശക്തി കരങ്ങൾ ആരാധിക്ക് യേശുവിനെ തൊടുക. നിബോധന കർത്താവ് കൊടുക്കുന്ന മകൾക്ക് യേശുവിടെ ഇറങ്ങി നിൽപ്പറ്റ അവധികൾ തൊടുകയാണ്. കർത്താവ് തൊടുക, തീ പിടിക്കുന്നു, തീ കത്തുന്നു, ദൈവത്തിന്റെ തീ കത്തുന്നു, ദൈവത്തിന്റെ തീ കത്തുന്നു, ദൈവത്തിന്റെ തീ കത്തുന്നു. സഹോദര ദൈവത്തിന് തീ കത്തുന്നു. റമാ ശകേ രഗേ ലതാ റമാ ദൈവത്തെ ആരാധിക്കുമ്പോൾ വീട്ടിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നു. സ്വർഗ്ഗ ദൂതന്മാർ വീട്ടിനകത്ത് ഇറങ്ങുന്നു. കർത്താവിന്റെ അടുക്കലേക്ക് ദൂതന്മാർ ഇറങ്ങുന്നു, മക്കളുടെ അടുക്കലേക്ക് ദൂതന്മാർ ഇറങ്ങുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ നിന്റെ വീട്ടിന്റെ അകത്ത് സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ഇറങ്ങുകയാണ്, സ്വർഗ്ഗ ദൂതന്മാർ ഇറങ്ങുകയാണ്. നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറുകയാണ്, ആഭിചാരങ്ങൾ കത്തുകയാണ്, മന്ത്രപ്രയോഗങ്ങൾ കത്തുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. ഇന്ന് പകൽക്കാല സകല കെട്ടുകളെ കൊട്ടുന്നു, സകല കെട്ടുകളെ പൊട്ടിമാറുകയാണ്. ഇന്ന് പകൽക്കാലം ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, വേഗം തേടി ആത്മാവിൽ സമാധാന സന്തോഷം. നീ ആരാധിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടും, കടപാടുകൾ അഴിയും. നീ പ്രാർത്ഥന മതി, കടപാടുകൾ അഴിയും. നിന്റെ പ്രശ്നങ്ങൾ മാറാം, നിന്റെ വീട്ടിലെ കണ്ണുനീര് മാറാം, നിന്റെ വീട്ടിലെ സമാധാനക്കേട് മാറാം, വീട്ടിലെ പ്രശ്നങ്ങൾ മാറിപ്പോകുകയാണ്. നീ ഇവിടുന്ന് ആരാധിച്ചാൽ മതി. നിന്റെ ഭർത്താവിന്റെ പ്രശ്നം മാറാം, ഭർത്താവിന്റെ മദ്യപാനം മാറാം, നിന്റെ മക്കളുടെ മദ്യപാനം മാറാം, മക്കളുടെ പ്രശ്നം മാറാം. ഇന്ന് മക്കൾക്ക് നീ ആരാധിക്കുന്ന ദൈവം അവ സാറുവായി ചാത്തലത്രേ. നീ വിളിക്കുന്നത് ഇറങ്ങി വരുന്ന കർത്താവ്, നീ വിളിക്കുന്നത് ഇറങ്ങി വരുന്നവൻ ഇന്ന് മകൾക്കോട് ഇറങ്ങി വന്നിട്ടുണ്ട്. അവ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇതാ മർക്കോസിന്റെ മാളിക മുറിക്കാതെ വെളിപ്പെട്ട ദൈവത്തിന്റെ തീ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. മർക്കോസിന്റെ മാളിക മുറിക്കാതെ അവരെല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയൊക്കെ അടിക്കുന്ന പോലെ ആകാശത്തിൽ മുഴക്കമിട്ടായി അവർ കൂടിയിരുന്ന വീണ്ടും മുഴുവൻ നിറച്ചു. അഗ്നി ചോല പോലെ
പ്രതിയുടെ നാമങ്ങൾ പ്രത്യക്ഷമായി അവൻ ഓരോരുത്തരുടെ പതിച്ചു. എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിപ്പ് നൽകിയതുപോലെ അന്യ ഭാഷയുടെ സംസാരിച്ചു തുടങ്ങി. ആദ്യത്തെ മക്കൾക്ക് വെളിപ്പെടുകയാണ്. പത്രോസ് ഇറങ്ങി എന്ന് പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇത് യോവേൽ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചെടുത്തേ. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലും ഞാൻ ആത്മാവിന്റെ പകരം നിങ്ങളുടെ പുത്രിമാര് പ്രവചിക്കാം. നിങ്ങളുടെ ദർശനങ്ങൾ യൗവനക്കാം, ദർശനങ്ങൾ കാണാം. ഞാൻ വൃദ്ധങ്ങളുടെ മേലും വൃദ്ധകളുടെ മേലും ഞാൻ ആത്മാവിന്റെ പകരം അവര് പ്രവചിക്കാം. നിങ്ങളുടെ ദാസന്മാർ സ്വപ്നങ്ങൾ കാണാം. ഇന്ന് മകൾക്കാല ദൈവത്തിന്റെ ശക്തി ഈ അന്ത്യകാല ഉണർവിലേക്ക് ദൈവത്തിന്റെ ശക്തി നാമരിക്കുന്നു. ദൈവത്തിന്റെ തീ കത്തുന്നു. ദൈവത്തിന്റെ ഭയങ്കര ജോലിക്ക് മകൾക്കാലത്ത് വ്യാപരിക്കുകയാണ്. ഓ രാധ 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 അമ്മ ലഗേ 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 രാധ അമ്മ രാധ